റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അന്നാസു നിയാമുൻ, മനുഷ്യൻ ഉറക്കിലാണ് സഹാബ. മുഅ്മിനീങ്ങൾ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികൾ മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഉറങ്ങുകയാണ്. ഇദാ മാതൂ ഇൻതബഹൂ, അവർ മരണമാസന്നമാകുമ്പോഴാണ് ഞെട്ടി ഉണരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ ഒരു സ്വപ്നലോകത്ത് കഴിയുന്നത് പോലെയാണ് ഈ ദുനിയാവിൽ വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം. എന്നാൽ മനസ്സിലാക്കണം, ഇദാ മാതു ഇൻതബഹു, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തത്തിൽ പിടിമുറുക്കുന്ന സമയമെത്തുമ്പോ നീ ഉണരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് ഞെട്ടി ഉണരുക. അതുവരെ നമ്മളെ അശ്ലീലതയിൽ മുഴുകുകയാണ്, ലഹരിയിൽ മുഴുകുകയാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് മനുഷ്യൻ കുടിച്ചു തീർത്തതാകുന്ന കണക്ക് കേരളത്തിന്റെ എടുത്തു പരിശോധിക്കുമ്പോ ഇതുവരെയുള്ള 2022 വരെയുള്ള സർവ്വ കണക്കുകളും സർവ്വകല റെക്കോർഡുകളും തകർക്കപ്പെട്ടു എന്നുള്ള വസ്തുതയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ന്യൂ ഇയറിന്റെ രാവിലെ കുടിച്ചു തീർക്കുന്ന കള്ളി എത്രയായിരിക്കും? അത് തന്നെ കേവലം ബീവറേജിൽ നിന്ന് മാത്രം വാങ്ങിച്ചു കൂട്ടുന്നതാകുന്ന വസ്തുക്കൾ. അതല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ തന്നെ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ആളുകൾ, അവരുടെ കണക്കിതിൽ പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇന്ന് ലഹരിയല്ല. ലഹരി എന്ന് പറഞ്ഞാൽ കേവലം ഒരു കള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പഴയ കാലഘട്ടത്തിൽ ഒളിച്ചും പാച്ചും ഇരുന്നുകൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയുടെ പിന്നിലിരുന്നു കൊണ്ട് കുടിച്ചിരുന്ന ചാരായത്തിന്റെ കഥയല്ല നമുക്ക് പറയാനുള്ളത്. മറിച്ച് മാരകമാകുന്ന MDMAയും LSDയും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെടുന്നതാകുന്ന യുവതലമുറയായി നമ്മുടെ സഹോദര സഹോദരിമാർ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. എത്രയോ മുഅ്മിനീങ്ങളാണ് അതിൽ അകപ്പെട്ടു പോയത്. ഇക്കഴിഞ്ഞ ദിവസം ഉംറ ക്ലാസിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ മീൻചന്ത എന്ന് പറയുന്ന പ്രദേശത്ത് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം കഴിഞ്ഞു പോകവേ ഒരു ഉമ്മ നൽകിയ കത്ത് എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പാർക്കായി. എന്റെ പ്രിയപ്പെട്ട മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ മാരകമാകുന്ന ലഹരിക്കടിമപ്പെട്ട് MDMAയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ ഉമ്മ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം. ദുആ ചെയ്യണം. ഓരോ ഉമ്മമാർക്കും, ഈ സദസ്സിൽ വന്ന ഉമ്മമാർക്കും, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട സഹോദരിമാർക്കും നൊമ്പരത്തോടുകൂടി തന്റെ ഭർത്താവിന്റെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലും മരുമക്കളുടെ വിഷയത്തിലും കൊച്ചുമക്കളുടെ വിഷയത്തിലും ഒരുപക്ഷെ പങ്കുവെക്കാനുള്ള വിഷയം ഇത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ആളുകളാണ് ഇന്ന് ലഹരിക്കടിമപ്പെട്ടവർ പോയത്. MDMAയും LSDയും അടക്കമുള്ള വലിയ വലിയ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ നാക്കിനടിയിലേക്ക് വെച്ചാൽ, സ്റ്റാമ്പ് രൂപത്തിലുള്ള ആ സാധനം വെച്ചാൽ 16 മണിക്കൂർ വരെ നിൽക്കാതെ അതിന്റെ ലഹരി ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുന്നത്. ഒന്ന് ചിന്തിക്കണം, എവിടെയാണ് നമ്മുടെ തലമുറ? മറ്റൊരു സ്ഥലത്ത് പോയപ്പോ, ജില്ല ഞാൻ പറയുന്നില്ല, ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി മരണപ്പെട്ടു പോയ വിവരമാണ് അയൽവക്കത്തെ വീട്ടുകാർ പങ്കുവെച്ചത്. വാലിന് വേണ്ടി പോയപ്പോൾ, ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു പങ്കുവെച്ചു. തൊട്ടടുത്ത വീട്ടിൽ ഇന്നലെ ഒരു മരണം നടന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മാരകമാകുന്ന ഡ്രഗ്സിന് അടിമപ്പെട്ട കുട്ടിയാണ്. ഡ്രഗ്സിന്റെ ഉപയോഗം കൂടിപ്പോയി. അവസാനം അവന്റേതാകുന്ന രക്തം, ബ്ലഡ് കോട്ടായി പോയി. പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് വഴുതി മാറി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും നാഥനായ റബ്ബ് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഗൽ ലിസാനുഹു യസീലു ലുആബുഹു വയഖിറുഹു കുല്ലു മൻ റആ. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതാകുന്ന ചെറുപ്പക്കാരാ, സഹോദരാ, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ്, വഇന്ന ശാരിബൽ ഖംരി, ഈ ദുനിയാവിൽ ലഹരി നുണയുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, യജീഉ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അതാ മഹ്ശറയിലേക്ക് സബാനിയാക്കളാകുന്ന മലക്കുകൾ അവനെ കൊണ്ടുവരുകയാണ്. മുസ്വദ്ദൻ വജ്ഹുഹു,
മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖകമലം മുദ്ലിഗൻ ലിസാനുഹു, നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. ഈ ദുനിയാവിൽ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് കടകളുടെ പിന്നാമ്പുറങ്ങളിൽ പോയി കള്ളു കുടിച്ചവനല്ലേ, വിജയാബാർ സ്വന്തമാക്കിയവനല്ലേ, കരുതാകപ്പള്ളിയിലുള്ള ബാർ ഹോട്ടലുകളിൽ പോയിരുന്നുകൊണ്ട് റാഹത്തായി കൂട്ടുകാരുമായി കുടിച്ച് തിമിർത്തവനല്ലേ. ആദരവായ പ്രവാചകന്റെ വാക്കുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവരല്ലേ. അനുഭവിക്കടാ അനുഭവിക്കടാ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ മുഖകമലം കറുക്കപ്പെടുകയാണ്, നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാ അല്ലാ യസീലു ലുആബുഹു യസീലു ലുആബുഹു, ആ നാവിൽ നിന്ന് ഇളയിത്തി വീഴുകയാണ്. പിടിച്ചനാകുന്ന നായയുടെ നാവിൽ നിന്ന് ഉമിനീരെത്തി വീഴുന്നത് പോലെ അവന്റെ നാവിൽ നിന്ന് ഇളയിത്തവന്റെ നെഞ്ചിലേക്ക് വീഴുകയാണ്. ആര് കണ്ടാലും വെറുക്കുന്ന കോലമാണ്, ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വയഖൈറുഹു കുല്ലു മൻ റആ വയഖദിറുഹു കുല്ലു മൻ റആ. മഹ്ശറയിൽ അവനെ കണ്ടുമുട്ടുന്ന സർവരും അവനെ വെറുക്കുകയാണ് വെറുക്കുകയാണ്. ഒരാളും അവനെ അടുപ്പിക്കുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. ഒരാളും അടുപ്പിക്കുന്നില്ല. നമുക്ക് തുണ കിട്ടേണ്ട സ്ഥലമാണ് മഹ്ശറ. അവിടെ ഒരാൾ നിനക്ക് തുണ തരുന്നില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഈ ദുനിയാവിൽ നിന്റെ ചങ്ക് പ്രോയായി നിലകൊണ്ടതാകുന്ന ഒരു കൂട്ടുകാരനും നാളെ നിനക്ക് തുണ തരാത്ത രംഗം അല്ലാഹുവിന്റെ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനാണ്, നിനക്ക് സിഗരറ്റ് വാങ്ങിച്ചു തന്നവനാണ്, നിനക്ക് MDMA പരിചയപ്പെടുത്തിയവനാണ്, നിനക്ക് LSD കിട്ടുന്ന കട പരിചയപ്പെടുത്തിയവനാണ്. ഒരുപാട് ലഹരികൾ കൂട്ടുകാർ വന്നിച്ച് കുടിച്ചു തീർത്തവരല്ലേ. കൂട്ടുകാരികൾ വന്നിച്ച് ക്യാമ്പസുകളിൽ നിന്ന് കുടിച്ചു തീർക്കുന്ന രംഗങ്ങൾ റീൽസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പെങ്ങളല്ലേ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരനും നിനക്ക് തുണ തരാത്ത സ്ഥലമാണ് മഹ്ശറ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരാള് നിനക്ക് രക്ഷിക്കാനില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ولا تزر وازرة وزر أخرى, ഒരാൾ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാത്ത സ്ഥലമാണ് മഹ്ശറ. ഈ ദുനിയാവിൽ നീ കള്ളു കുടിച്ചതിന്റെ പേരിൽ പോലീസ് നിന്നെ പിടിക്കുമ്പോ നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ടാവും. ഈ ദുനിയാവിൽ എന്ത് കേസിൽ അകപ്പെട്ടാലും നിന്നെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ടാകും, അഡ്വക്കറ്റ് ഉണ്ടാകും, വ്യത്യസ്തമാകുന്ന തരത്തിലുള്ള ആളുകളുണ്ടാകും. എന്നാൽ ഒരാൾ പോലും നിന്നെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല. നാളെ മഹ്ശറ ലോകത്തെന്ന് പരിശുദ്ധമായ ഖുർആൻ ولا تزر وازرة وزر أخرى, ഒരാളും മറ്റൊരാളുടെ പാപഭാരമേൽക്കൂല. അങ്ങനത്തെ സ്ഥലമാണ് മഹ്ശറ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം, ഇവിടെ എന്തെങ്കിലും സുകൃതം ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, യുബസ്സറൂനഹും, നിന്നെ ഈ ദുനിയാവിൽ തെറ്റിലേക്ക് കൊണ്ടുപോയ സർവരെയും നാളെ ഇതാ നിന്റെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു നൽകുകയാണ്. ചിന്തിച്ചേ, എല്ലാവരും ഒന്ന് ചിന്തിക്കും, മഹ്ശറയെ പറ്റി ഒന്ന് ചിന്തിക്കും.
ഒന്ന് ചിന്തിച്ചു നോക്ക്, നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ നമ്മൾ നിൽക്കേണ്ടി വരൂലേ? ആ രംഗത്തെ പറ്റി ഒന്ന് ചിന്തിക്കും. നമ്മൾ ഈ ദുനിയാവിൽ തെറ്റ് ചെയ്തതാകുന്ന ആളുകളെ, ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളുകളെയൊക്കെ നിന്റെ കൺമുന്നിൽ കാണിച്ചു തരും. പഴയ നിന്റെ കൂട്ടുകാര്, പൈങ്കിൽ പുസ്തകങ്ങൾ നൽകി നിന്നെ വശീകരിച്ചതാകുന്ന കൂട്ടുകാര്, പണ്ട് നിനക്ക് മുത്തുച്ചിപ്പിയൊക്കെ വാങ്ങി ഞാനയൊക്കെ വാങ്ങിത്തന്ന കൂട്ടുകാരികൾ, അവരൊക്കെ നാളെ കാണിക്കും മഹ്ശറിൽ. യുബസ്സറൂനഹും, അല്ലാഹു പറയാ, അവരൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ ആ സമയത്ത് മഹ്ശറിൽ വെച്ചുകൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് മനുഷ്യൻ പറയുമത്രേ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീ وفصيلته التي تؤوي ومن في الأرض جميعا ثم ينجي. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെറ്റുകൾ ചെയ്യാൻ കാരണക്കാരായ സർവ്വ കൂട്ടുകാരെയും നിന്റെ കൺമുന്നിലേക്ക് കാണിച്ചു തരുകയാണ്. നിന്നെ സിനിമാ തിയേറ്റർ പരിചയപ്പെടുത്തിയവനാണ്, അവനാണ് നിനക്ക് തരംഗം പരിചയപ്പെടുത്തിയവൻ, അവനാണ് നിനക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുപോയവൻ. തിയേറ്ററിന്റെ വാതിലുകൾ തുറന്നതാകുന്ന കൂട്ടുകാർ നിന്നെ കൺമുന്നിലേക്ക് കാണിച്ചു നൽകുകയാണ്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അന്ന് തെമ്മാടികളാകുന്ന മനുഷ്യർ പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ തീജ്വാലകൾ നേർക്ക് നേരെ കാണുന്നതാകുന്ന മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ എനിക്ക് പകരം എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ, നരകത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കരുത് അല്ലാ, എനിക്ക് പകരം എന്റെ മകനെ നിനക്ക് ഞാൻ സമർപ്പിക്കാം, എന്നെ നരകത്തിലേക്ക് ഇടരുത്. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ നൽകി. മറ്റൊരു പിരിവൊന്നും നമ്മളിവിടെ എടുക്കൂല. എല്ലാവരും ഒരു സദഖ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തും അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമുക്ക് ഏവർക്കും പരിപൂർണമായ കാവൽ നസീബാക്കുമാറാവട്ടെ. ശരിക്ക് ഓരോരുത്തർ കൊടുക്കുമ്പോൾ നല്ലൊരു നിയ്യത്ത് വെക്കുക. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ കത്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും സഹോദരിമാരോടും സഹോദരങ്ങളോടും ഉണർത്താൻ, എൻ്റെ കയ്യിൽ തരണമെന്നുള്ള നിയ്യത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ആ വക്കത്തിൽ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കത്ത് നൽകുക, അതുപോലെ നമ്മുടെ വാർഷികത്തിലേക്കൊക്കെ സംഭാവന നൽകാൻ നേരിട്ട് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ നിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് അതിൽ നൽകി. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇത്രയും സദസ്സിനിടയിൽ ഇനി വന്ന് കൈക്ക് പിടിച്ചു സമയം പോകും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ് നമുക്ക് കുറച്ചു നേരം പറയാം. മാത്രമല്ല ഭക്ഷണത്തിന്റെ ഒക്കെ തർത്തീബുള്ളത് കൊണ്ട് ഇനി ഇടയ്ക്ക് തെറ്റാൻ പാടില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ ബക്കറ്റുമായിട്ട് വരുന്ന നമ്മുടെ റുഹൈ ബയാൻ കുടുംബത്തിലെ അംഗങ്ങളാണ്, വളണ്ടിയേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ വരുമ്പോൾ, സഹോദര സഹോദരിമാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ നിയ്യത്ത് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാണ് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണോ ഈ ദുനിയാവിൽ സുകൃതം ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കൈകടിക്കേണ്ടി വരും. ഈ ദുനിയാവിൽ തെറ്റ് ചെയ്ത് നീചവൃത്തി ചെയ്ത മനുഷ്യൻ, കള്ളുകുടിച്ചും ലഹരി നടന്നും കൂത്താടിയും നടന്നതാകുന്ന മനുഷ്യൻ, നാളെ അവന്റെ സർവ്വ കൂട്ടുകാരെയും കൺമുന്നിൽ കാണിക്കുന്ന സമയത്ത് കൂട്ടുകാരോടൊപ്പം ജീവിക്കണമെന്നല്ല പറയുന്നത്, കുറച്ചുകൂടി കള്ളുകുടിക്കണമെന്നല്ല. കാരണം നരകത്തെ നേരിട്ട് കാണാൻ ഇന്ന് സമൂഹത്തിൽ നിരീശ്വരവാദികൾ അധികരിക്കുകയാണ്.
യുക്തിവാദികൾ അധികരിക്കുകയാണ്. ഖുർആൻ ഓതുകയും ഹദീസുകൾ പറയുകയും ചെയ്യുമ്പോൾ അതിനെതിരെ കൊഞ്ഞണം കുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിഷലിപ്തമാകുന്ന വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്ന മുസ്ലിം സമുദായത്തിലെ മക്കൾ വരെയുന്നുണ്ട്. നിരീശ്വരവാദത്തിലേക്ക് കുടപിടിക്കുന്ന മക്കൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പല ബിദ്അത്തിന്റെയും പുത്തൻ പ്രസ്ഥാനത്തിന്റെയും വക്താക്കൾ അഹ്ലുസുന്നയുടെ സമുന്നതരാകുന്ന ആലിമീങ്ങൾക്കെതിരെ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നതാകുന്ന സമുദായത്തിലെ ചില ഇത്തിക്കണ്ണികൾ പഠിച്ചു വെക്കണം. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ കൈകടിക്കേണ്ട ഒരവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണ് ഖുർആൻ പറയുന്നത്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ച് അവൻ കൊതിക്കും. അല്ലാഹുവേ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാം. അല്ലാഹ് വസാഹിബതിഹി വഅഖീ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂടപ്പിറപ്പിനെ നിനക്ക് ഞാൻ നൽകാം. അല്ലാഹ് എന്റെ ഇണയെ നിനക്ക് ഞാൻ നൽകാം. അല്ലാഹ് ഈ ദുനിയാവിൽ എന്നോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ പുതച്ചു കിടന്നവളാണ്. നാളെ ആഖിറത്തിൽ അദാബ് ഓർത്തുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നരകത്തെ കൺമുന്നിൽ കാണുമ്പോൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന ഈ നരകത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കരുത്. അല്ലാഹ് വസാഹിബതിഹി വഅഖീ, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇണയെ തുണയെ സഖിയെ എനിക്ക് പകരമായി നരകത്തിൽ എറിയാൻ ഞാൻ നൽകാം. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിനെ സഹോദരനെ സഹോദരിയെ നിനക്ക് ഞാൻ നൽകാം. അല്ലാഹ് നരകത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ. അല്ലാഹ് വിളിച്ചു പറയാൻ, എന്നെ രക്ഷിക്കണം, എന്റെ ഭാര്യയെ തരാം, എന്റെ മക്കളെ തരാം, ആരെ വേണമെങ്കിലും തരാം. എനിക്ക് അഭയം നൽകിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിനക്ക് ഞാൻ നൽകാം. അല്ലാഹ് ജീവിതത്തിൽ ഇന്ന് വരെ മാതാപിതാക്കൾക്ക് എതിരെ പറയാത്ത മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ മക്കളിതാ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ നരകത്തിന്റെ വരകൊള്ളികളാക്കി എന്റെ മാതാപിതാക്കളെ മാറ്റൂ. അല്ലാഹ് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. അല്ലാഹ് എന്തൊരു രംഗമാണ് എന്ന് ചിന്തിച്ചു നോക്കി. ഒരാളും രക്ഷിക്കാനില്ല, ഒരാളും നിന്നെ സഹായിക്കാനില്ല. കാരണം ഈ ദുനിയാവിൽ അത്രയേറെ പാപം നീ ചെയ്തവരാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ആദം സന്തതികളാണ്, സ്വാഭാവികമാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റിലമർന്ന ജീവിതമാണ് നമ്മളുടെ. പക്ഷെ ആ തെറ്റുകളൊക്കെ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പരിപൂർണമായി പാപം പൊറുപ്പിച്ചെടുത്ത് തൗബ ഏറ്റെടുത്ത് നസുഹായ തൗബ നേടിയവരായി നമ്മൾ മാറണം. അതിന് കിട്ടിയ അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള ആത്മീയമായ മജ്‌ലിസ്. 40 പേര് കൂടി ദ്വാരനാൽ ഇജാബത്തെന്നാണ്. മാഷാ അല്ലാഹ് 4000 കസേര നമ്മൾ ഇറക്കി, പിന്നീട് അതിനുശേഷം പിന്നെയും 1000 ഇറക്കിയിട്ടും തികയാതെ നിൽക്കുന്നതാകുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന തീർച്ചയായും ഇജാബത്ത് ഉറപ്പാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തീർത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ വന്നവരാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദുആ ചെയ്ത് പിരിയണം. അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരിക്കും ദുആ ചെയ്യാം, അല്ലാഹു എന്റെ പാപങ്ങളൊക്കെ പൊറുക്കണം. കാരണം നമ്മളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയം ഇപ്പോഴും അത് മന്ത്രിക്കുന്നുണ്ട്. ചില തെറ്റുകൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ സ്പാർക്കാൻ. ലഹരി നുണഞ്ഞതാകാം, അന്യ പെണ്ണുമായി ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടതാകാം, അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചാറ്റിംഗ് അന്യ പുരുഷനുമായി നടത്തിയതാകാം, അന്യ പുരുഷനോടൊപ്പം നിലകൊണ്ടതാകാം.
പല രീതിക്കുമുള്ള തെറ്റുകൾ നമ്മൾ ചെയ്തവരാ. മാതാപിതാക്കളെ ദ്രോഹിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. സിനിമയും സീരിയലും അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ഹോമിച്ചതാകുന്ന ആളുകളുണ്ട്. അവസാനം ആ സിനിമയും സീരിയലും ഒക്കെ വലിച്ചെറിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ ആത്മീയമായ മജ്‌ലിസുകളെ തേടിക്കൊണ്ടണഞ്ഞ റുഹ ബയാൻ കുടുംബാദികളടക്കം ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. 3 വർഷം മുമ്പ് കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ റമദാൻ 23-ാം രാവിൽ ഈ കരുനാഗപ്പള്ളിയിലെ സലീം എന്ന് പറയുന്ന അബ്ദുൽ സലീം എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയതാകുന്ന സക്കീർ എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ സാക്ഷി നിർത്തിക്കൊണ്ട് തുടങ്ങിയതാകുന്ന ഒരു ഓൺലൈൻ മജ്‌ലിസാണ് റുഹ ബയാൻ മജ്‌ലിസ്. തുടങ്ങുമ്പോൾ അന്ന് ആദ്യമുണ്ടായിരുന്നത് 2000-3000 ആളുകളാണെങ്കിൽ ഇന്ന് 10,000-കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഈ സദസ്സ് എത്തിയത് പടച്ചറബിന്റെ സഹായം കൊണ്ടാണ്. ഇന്ന് ആ സഹോദരൻ, അന്ന് തുടങ്ങി വെച്ചതാകുന്ന സഹോദരൻ ഇന്ന് നമ്മളോടൊപ്പമില്ല. ഇന്ന് കരുനാഗപ്പള്ളിയുടെ തെക്ക് ഭാഗത്തായി മദ്രസയുടെ ചാരത്ത് ആ സഹോദരൻ അന്ത്യവിശ്രമം ചെയ്യുകയാണ്. അള്ളാഹു ആ സഹോദരന് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അബ്ദുൽ സലീം എന്ന സഹോദരനെ അറിയാത്തവരില്ല. അദ്ദേഹത്തിന്റെ 2 ആൺമക്കളെയും പരിചയമില്ലാത്ത കരുനാഗപ്പള്ളി ജമാഅത്തുകാരില്ല. കാരണം 5 വഖത്ത് നമസ്കാരം തന്റെ പ്രിയപ്പെട്ടതാകുന്ന 2 മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ജുമഅകളും ജമാഅത്തുകളും കൃത്യമായി നമസ്കരിച്ചു പോന്നിരുന്ന ആ പ്രിയപ്പെട്ടതാകുന്ന വാപ്പയ്ക്കും ആ പ്രിയപ്പെട്ട സ്നേഹനിധിയാകുന്ന ഉമ്മാക്കും നഷ്ടപ്പെട്ടു പോയത്, മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ നോവായി മാറിയത് ഇളയ മകനാകുന്ന സക്കീർ എന്ന പൊന്നുമോന്റെ പെട്ടെന്നുള്ളതാകുന്ന ഒരു മരണം. ഒരു രോഗം വന്നു. 10 ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു. അന്ന് ഞാൻ കാസർഗോഡ് പ്രഭാഷണത്തിൽ ഒരുക്കാൻ അവിടുത്തെ സംഘാടകരോട് പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ. അത്രയേറെ ആത്മബന്ധമുള്ളതാകുന്ന ഒരു കുടുംബമാണ്. മറ്റൊന്നുമല്ല, പൈസ തന്നിട്ടുള്ള ഒരു സ്നേഹമല്ല. കരുനാഗപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളതാകുന്ന ഒരു ബന്ധമേ അല്ല. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിച്ച് കഴിഞ്ഞ 8 വർഷത്തോളം നിസ്സീമമായ സേവനം മഹല്ലത്തിൽ അനുഷ്ഠിക്കാൻ, അതാണ് നേരത്തെ നമ്മുടെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന ബഹുമാന്യനാകുന്ന CMA നാസർ സാഹിബോട് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു സേവനം അനുഷ്ഠിച്ച് അൽഹംദുലില്ലാഹ് നാട്ടുകാർ ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് വലിയ സ്നേഹബന്ധം ഇപ്പോഴും എന്നോട് ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു ഈ ബന്ധങ്ങൾ നിലനിർത്തുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത്, അദ്ദേഹം ആ ഒരു സഹോദരൻ, ചെറുപ്പക്കാരനായ സഹോദരൻ അവസാന നാളുകളിൽ പടച്ചറപ്പ് കൊടുത്ത ഒരു തൗഫീഖാണ്. നമസ്കാരം ചെറുപ്പം മുതലേ മാതാപിതാക്കളുമായി ചിട്ടവെച്ച് മരിക്കുന്നതിന് മുമ്പ് ഉസ്താദുമാരുമായി ഒരു ബന്ധം വെച്ച് ആ ബന്ധത്തിൽ അവസാനം റമദാനിന്റെ ഒരു 23-ാം രാവിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഒരു രാത്രി. തുടക്കത്തിലുള്ള ആളുകൾക്കറിയാം റുഹ ബയാൻ മജ്‌ലിസ് തുടങ്ങുന്നത് രാത്രിയിലായിരുന്നു, റമദാനിന്റെ ഒരു രാവിൽ. കാരണം കോവിഡ് എന്ന മഹാമാരി മൂലം പള്ളികൾ അടയ്ക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുന്നെയാണ് ഈ ഒരു മജ്‌ലിസ് തുടക്കം കുറിക്കുന്നത്. ആളുകൾ വീട്ടിലിരിക്കുമ്പോ നിർനിദ്രരായി നിരാലംബരാകുന്ന പാവപ്പെട്ടതാകുന്ന ആളുകൾക്ക്, ആശ്രയത്വമില്ലാത്ത ആളുകൾക്ക്, നിരാശ്രയരായ ആളുകൾക്ക് ഒരു താങ്ങായി തണലായി, കച്ചവടം പൂട്ടപ്പെട്ട ഒരു സാഹചര്യം, ബിസിനസ് തകർന്നു പോയ ഒരു സാഹചര്യം, സാമ്പത്തികമാകുന്ന അടിത്തറ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ അവരെയൊക്കെ ചേർത്ത് നിർത്തി പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് അടുപ്പിച്ച് ഒരു ആത്മീയമായ ക്ലാസ് കൊടുത്ത് മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാദികൾക്ക് യാസീൻ ഓതി പരിശുദ്ധമാക്കപ്പെട്ട വിറുദുൽ ലത്തീഫ് ബഅലവി തരീഖത്തിന്റെ മശായിഖന്മാർ, എന്റെ സമുന്നതരാകുന്ന ഉസ്താദുമാർ എനിക്ക് നൽകിയതാകുന്ന മഹനീയമാകുന്ന തരീഖത്തിന്റെ അടിസ്ഥാനത്തിൽ വിറുദുൽ ലത്തീഫ് എന്ന് പറയുന്ന മഹനീയമാക്കപ്പെട്ട അദ്കാർ ചൊല്ലി തുടങ്ങി വെച്ചതാകുന്ന ഒരു മഹനീയമായ സംരംഭം. ഇന്ന് ആ സഹോദരൻ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന ഈ മജ്‌ലിസിൽ വെച്ച്, ഓൺലൈനിലൂടെ 10,000 കേൾക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു പേര് അറിയാതെ എന്റെ നാവിൻ തുമ്പിലേക്ക് പടച്ചറബ് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം എത്ര വലുതാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ്. ചെറിയ പ്രായത്തിൽ 10-25 വയസ്സുള്ളതാകുന്ന ഒരു പ്രായത്തിൽ കരുനാഗപ്പള്ളി ജമാഅത്തിൽപ്പെട്ട ഒരു സഹോദരന് നല്ല ഒരു മരണം സാധ്യമായി. ഞാനിന്ന് കാസർഗോഡ് പ്രസംഗം നടക്കുമ്പോൾ സംഘാടകരോട് പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ. അവസാനം അവരത് സമ്മതിച്ചു. ഉസ്താദിന് അത്രയേറെ ബന്ധമുള്ളത് കൊണ്ടാണല്ലോ വഅദ് പോലും നിൽക്കാതെ ഉസ്താദ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരാഴ്ചത്തെ പ്രഭാഷണത്തിനിടയിൽ നടന്നതാകുന്ന ആ ഒരു മരണ വാർത്തയിൽ ഞാൻ അവിടുന്ന് കണ്ണൂരിൽ ഫ്ലൈറ്റ് വന്നിട്ട് നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി മരണപ്പെട്ട് കബറടക്കുന്നതിന് മുമ്പായിട്ട് ജമാഅത്തിൽ വന്നു. ഒരുപക്ഷെ അങ്ങനെ ഞാൻ എത്തിപ്പെട്ട ഒരു ജനാസ മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ പടച്ചറപ്പിന്റെ ഒരു സഹായകമാണ്. കാരണം എത്താതിരിക്കാൻ പറ്റൂല. ഈ ഒരു ആത്മീയമായ മജ്‌ലിസിനോട് വലിയൊരു കടമയും കടപ്പാടും ആ സഹോദരനുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് ചെറുപ്പക്കാരോടാണ്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു സുകൃതം ചെയ്തിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നെന്നും ഓർക്കുന്ന 10 പേര് മരിച്ചു കഴിയുമ്പോ നമ്മളെ കുറിച്ച് നന്മ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ വിജയമാണ്. നേരത്തെ ഇവിടെ ബഹുമാന്യരാകുന്ന പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന ഭാഷണത്തിൽ ഉണർത്തിയതും അത് തന്നെയാണ്. നമ്മുടെ
ജീവിതത്തിൽ ആരെങ്കിലും മരിച്ചതിന് ശേഷം 10 പേര് നന്മ പറഞ്ഞാൽ തീർച്ചയായും സ്വർഗം ഉറപ്പായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വ്യക്തിയുടെ ജനാസ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് 10 പേര് അദ്ദേഹത്തെ കുറിച്ച് നന്മ പറയുന്നത് കേട്ടപ്പോ വജബത്ത് എന്ന് പറയുന്ന പ്രവാചകരോട് എന്തിനാണ് തങ്ങൾ നിർബന്ധമായി എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ പ്രത്യുത്തരം കൊടുത്തത് അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്നാണ്. കാരണം നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നന്മ പറഞ്ഞു, അതുകൊണ്ടാണ്. അതേ പ്രവാചകർ അല്പനേരം കൂടി അവിടെ ഇരുന്നപ്പോ മറ്റൊരു ജനാസ പോകുന്നത് കണ്ടപ്പോൾ കൂട്ടുകാർ അദ്ദേഹത്തെ കുറിച്ച് മോശത്തരം പറഞ്ഞു, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കുറ്റപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും ആദ്യം പറഞ്ഞ അതേ വാക്ക് തന്നെ പറഞ്ഞു, വജബത്ത് ലഹു, അവന് നിർബന്ധമായി എന്ന് പറഞ്ഞു. വമാ വജബത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഈ നിർബന്ധമായത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദ്യത്തെ മനുഷ്യന് വജബത്ത് എന്ന് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് വജബത്ത് ലഹു എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം അദ്ദേഹത്തിന് വജബത്ത് ലഹുന്നാർ, കത്തിച്ചൊലിക്കുന്ന നരകം അദ്ദേഹത്തിന് നിർബന്ധമായി. കാരണം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ കുറിച്ച് മോശത്തരമാണ് പറഞ്ഞത്, അദ്ദേഹം നല്ല മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നരകം നിർബന്ധമായി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു വെക്കേണ്ട ഒരു പാഠമാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പുതുവർഷ പുലരിയിലേക്ക് 2024 ചുവടുവെക്കാൻ വേണ്ടി നിലകൊള്ളുന്ന കരുനാഗപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന കേരളത്തിനകത്തും പുറത്തും വന്നു തീർന്നതാകുന്ന റുഹൈബയാൻ കുടുംബാദികളോട്, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി ഉമർ മുസാദിനെ ചോദിക്കാനുള്ളതും ഈ സദസ്സിലിരിക്കുന്ന സമുന്നതരാകുന്ന ആലിമീങ്ങൾക്ക് ചോദിക്കാനുള്ളതും അതിന് ഉത്തരം കണ്ടെത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തിനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സ് നൽകിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ മരിച്ചാൽ 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറയുമോ? 40 ഒന്നും വേണ്ട. 40 പേര് ഒരു വ്യക്തിയുടെ ജനാസയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് പോയാൽ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കുന്നത് 40 വേണ്ട, 10 പേര് നന്മ പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമോ? നമ്മൾ ഇന്ന് മരിച്ചാൽ, ഈ 2023 അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മരിച്ചാൽ നമ്മളെ കുറിച്ച് എത്ര പേര് അയാൾ നല്ലവനാണെന്ന് പറയും? നിന്റെ ഭാര്യ പറയുമോ? നിന്റെ മക്കള് പറയുമോ? നിന്റെ കുടുംബം ആരെങ്കിലും പറയുമോ? നിന്റെ അയൽവാസികൾ പറയുമോ? നിന്റെ ബന്ധുക്കൾ പറയുമോ? നിന്റെ കൂട്ടുകുടുംബാദികൾ പറയുമോ? ഈ നാട്ടിലുള്ളതാകുന്ന നിന്റെ മഹല്ല് നിവാസികൾ പറയുമോ? ആര് പറയും? ഒന്ന് ഉറപ്പിച്ചേ. ഒന്ന് ഓരോ ഉമ്മമാരും ഒന്ന് ചിന്തിക്കണം, ഓരോ സഹോദരങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്നിപ്പോ ഈ ഇരിപ്പിൽ അങ്ങ് മരിച്ചാൽ അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. ഇഖ്ലാസോടെ ആമീൻ പറയൻ. അല്ലാഹു നമുക്ക് നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. അങ്ങനെ ഒരു മരണം നമുക്ക് കിട്ടിയാൽ ചിന്തിക്കുന്ന സഹോദരങ്ങളെ, 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറയുമോ? എന്താ നിന്റെ അയൽവാസി പറയാ? ചിന്തിച്ചേ. എന്താണ് നിന്റെ സഹോദരങ്ങൾ പറയാ? എന്താണ് നിന്റെ സഹോദരി പറയാ? ഇതാണ് ചിന്ത. നമ്മൾ ഈ രാത്രിയിൽ കൊടുക്കേണ്ട ചിന്ത അതാണ്. ഒരു പുതുവർഷത്തിലേക്ക് വരുമ്പോ ആഘോഷിക്കല്ല വേണ്ടത്, മറിച്ച് ചിന്തിക്കണം. എന്ത്? എനിക്കിതാ എന്റെ ആയുസ് കുറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കണം. നിന്റെ സമയം ടൈം ഔട്ട് ആവുകയാണ്. ഒരു വർഷം കൂടി ജീവിതത്തിൽ ഇതാ കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കണം. എത്രയാ നമുക്ക് ഇവിടെ ആയുസ്സുള്ളത്? 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന സമുദായത്തിന്റെ ആയുസ്സെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആയുസ് ഇപ്പൊ എത്രയായി? 30, 40, 50, 60, 70 ഒക്കെ ഉള്ള ആളുകൾ, അതും കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിങ്ങൾ കൊല്ലം ജില്ലയല്ലേ? എത്ര വയസ്സുണ്ട്? 59 വയസ്സുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം കൊല്ലത്ത്, ഞാൻ കൊല്ലത്ത് വാതിന് പോകുമ്പോഴും തിരുവനന്തപുരം ഭാഗത്ത് എപ്പോഴും ഉണ്ട്. മുഹമ്മദ് ഇബ്രാഹിം. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. നേരത്തെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പുറകിന്നൊരു കസേര തോളിലേറ്റിയിട്ട് സദസ്സിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലും 60-ാമത്തെ വയസ്സിലും രക്തത്തിളപ്പോടുകൂടി മജ്ലിസിൽ എത്തിച്ചേരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആവേശം എത്രയാണ്? ഇൽമ കേൾക്കാനുള്ള ദാഹം എത്രയാണ്? അല്ലാഹു കബൂലാക്കുമാറാവട്ടെ.
ഞാനൊരു ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രം. ഒരുപക്ഷെ അതിനേക്കാൾ പ്രായമേറിയ ആളുകൾ ഈ മജ്‌ലിസിലുണ്ടാകും. വിവിധ ജില്ലകളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അറിയണം, ഉൾക്കൊള്ളണം, പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സുകൃതം ചെയ്തു എന്ന് ഒരു വേള ഒന്ന് ചിന്തിക്കണം. നമ്മളൊന്ന് മരിച്ചുപോയാൽ, ഒന്ന് കടന്നുപോയാൽ ആരാണ് നമ്മളെ കുറിച്ച് നന്മ പറയുക? നമ്മളിന്ന് രോഗിയാകണം, അപ്പോഴേ യഥാർത്ഥത്തിൽ പഠിക്കും. നമ്മൾ പറയും എല്ലാവരും ഉണ്ട്, എനിക്ക് വലിയ കുടുംബമാണ്, ഞാൻ ഒരു ഖുറൈശി കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാൻ വലിയ തറവാട്ട് മഹിമയിൽപ്പെട്ടവനാണ്, എനിക്ക് വലിയ തറവാടിത്തമുണ്ട്, എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയമായി ബന്ധമുണ്ട്, സാമുദായികമായി ബന്ധമുണ്ട്, മഹല്ലത്തിൽ വലിയ സ്വാധീനമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരോട് വലിയ ബന്ധമുണ്ട്, ഗവൺമെന്റിന്റെ ഉന്നതമാകുന്ന ഉദ്യോഗസ്ഥകൾ എന്റെ കൈവെള്ളയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മളൊന്ന് 10 ദിവസം കടന്നുപോയ ആരുണ്ട്? ആരാണ് നിന്നെ സഹായിക്കാനുള്ളത്? അല്ലാഹു അല്ലാഹു. പടച്ച റബ്ബല്ലാതെ മറ്റാര് നിന്നെ സഹായിക്കാനുണ്ട്? നമ്മൾ രോഗിയായ സമയത്ത് നിന്നെ നോക്കിയവൻ, അവനല്ലേ യഥാർത്ഥ ഫ്രണ്ട്. ആ സമയത്ത് പുറംതിരിഞ്ഞ് നിന്നതാകുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ബന്ധുക്കളുണ്ടെങ്കിൽ, അയൽവാസികളുണ്ടെങ്കിൽ, നാട്ടുകാരിലുണ്ടെങ്കിൽ, കൂട്ടുകാരിലുണ്ടെങ്കിൽ, പിന്നെ നിന്റെ ജീവിതം വിതയിലാണ്, യാതൊരു കാര്യവുമില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് എവിടെയോ പിഴച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എവിടെയോ പിഴവ് വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നല്ല ജീവിതം നമ്മൾ മാതൃകയാക്കിയാൽ ലോകം നമ്മൾ അംഗീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പകയില്ലാത്ത, വെറുപ്പിന്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, വൈര്യം വെച്ചുകൊണ്ട് സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റം നിന്നെ ആളുകൾ കൊണ്ടു നടക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അത് വലിയൊരു തൗഫീഖാണ്. അങ്ങനെ പോകണമെങ്കിൽ ഒരാളെ പിൻപറ്റണം. അതാണ് നേരത്തെ മദനി ഉസ്താദ് അവറുകൾ കോഴിക്കോട് ഹോസ്പിറ്റൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞ ദിവസം നമുക്ക് ഇപ്പോൾ ഓൺലൈനായി നടത്തിയതാകുന്ന ആ വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സംഭാഷണം ബഹുമാനപ്പെട്ടവർ അവസാനമായി ഉടക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. അദ്ദേഹം അടക്കം ഈ സദസ്സിൽ എന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ള പാണക്കാട് സാദാത്യങ്ങൾ, ബഹുമന്യരാകുന്ന ഉസ്താദുമാർ, ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലോകം മുഴുവനും ലഹരിയിലേക്ക് പോകുമ്പോ ആ ലഹരിയോടൊക്കെ പരിപൂർണമായി എതിരായി നിന്നുകൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഹൃദയത്തിൽ ലഹരി ഉണ്ടാവണം. ഒരു വിഷയത്തിൽ മാത്രം നാം ലഹരിയിൽ അകപ്പെടണം. ഏതാണ് ലഹരി? കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതാകുന്ന അടങ്ങാത്ത സ്നേഹവും താല്പര്യവും ഇഷ്കും അനുരാഗവും നമ്മുടെ ഹൃദയത്തിൽ ലഹരിയായി വരണം. ആ ലഹരി നമ്മളെ മത്ത് പിടിപ്പിക്കുന്നതാകണം, ഭ്രാന്ത് പിടിപ്പിക്കുന്നതാകണം. പ്രവാചകരോടുള്ള പ്രേമവും ഇഷ്ടവും അനുരാഗം നമുക്ക് കൂടണം. അത് കൂടിയതാകുന്ന ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ഇതൊരു കേവലം റൂഹ് ബയാൻ വാർഷികം മാത്രമല്ല, 3 വർഷം തികഞ്ഞതിന്റെ ഒരു വാർഷികം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ളതാകുന്ന ധാരാളം സഹോദരിമാർ, 10,000 വരുന്നതാകുന്ന റൂഹ് ബയാനിലെ അഡ്മിൻ സഹോദരിമാരുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി നടന്ന 10,000 ഉമ്മമാർ, പ്രായം ചെന്നതാകുന്ന ഉമ്മമാർ, നിത്യരോഗികളാകുന്ന ഉമ്മമാർ, മാറാവ്യാധികൾ പിടിപെട്ട് കിടക്കുന്നുകൊണ്ട് കടക്കയിൽ കിടക്കുന്ന ഉമ്മമാർ പോലും സ്വലാത്ത് ഗ്രൂപ്പിലൂടെ, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ 50 കോടി സ്വലാത്തുകൾ സമർപ്പിക്കുന്ന ഒരു രാത്രി കൂടിയാണ് ഈ പവിത്രമായ രാത്രി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നതാകുന്ന കുഞ്ഞമ്മദ് സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. വ്യത്യസ്തമാകുന്ന ജില്ലയിൽ നിന്ന് വന്ന ആളുകൾ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. കണ്ണൂരിൽ നിന്ന് വന്ന, പഴയങ്ങാടിയിൽ വന്ന ഹസൻ എന്ന് പറയുന്ന സഹോദരൻ ഈ മജ്‌ലിസിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വന്ന സുമയ്യ എന്ന് പേരുള്ളതാകുന്ന റൂഹ് ബയാൻ കുടുംബത്തിൽപ്പെട്ടതാകുന്ന അംഗം ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ വിവിധങ്ങളാകുന്ന സദസ്സുകളിൽ നിന്ന് ഇവിടേക്ക് വന്നു ചേർന്നത് ഒറ്റ ലക്ഷ്യം മാത്രമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്താലും അനുരാഗത്തിലുമാണ് ഇവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സലാത്തുകൾ സമർപ്പിക്കാൻ നോക്കൂ നിങ്ങൾ. ആഴ്ചയിൽ, എല്ലാ ആഴ്ചയിലും ഓരോ ദിവസവും ചെല്ലുന്ന ആയിരക്കണക്കിന് സലാത്തുകൾ ബുക്കിൽ എഴുതി വെച്ച് വ്യാഴാഴ്ച ദിവസമാകുമ്പോ കുമരം ഉസ്താദിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിലൂടെ കൃത്യമായി എനിക്ക് അറിയിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് റൂഹ് ബയാൻ അതിൽ ചേർന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും ളുഹർ മുതൽ അസർ വരെ
ആ ഗ്രൂപ്പിൽ സഹോദരിമാർ അവരുടെ സ്വലാത്തുകളുടേതാകുന്ന തേന്മഴ വർഷിക്കുകയാണ്. 10,000-കണക്കിന് സ്വലാത്ത് ഒരാഴ്ച ചൊല്ലിയിട്ട് ഹദിയ ചെയ്യാൻ ദ്വാരക്കണം. അതിൽ വരുന്ന കമന്റുകൾ വായിച്ചാൽ സഹോദരങ്ങളെ നിങ്ങൾ കരഞ്ഞു പോകും. കാരണം മക്കളില്ലാത്ത ആളുകൾ, ഉള്ള മകൻ സാലിഹല്ല, മറ്റുള്ളതാകുന്ന മതത്തിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ പ്രായമെത്തിയതാകുന്ന സഹോദരിമാർ, വിധവകളാകുന്ന സഹോദരിമാർ, സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ, 40 വയസ്സ് കഴിഞ്ഞു, എന്റെ മകളെ ഒന്ന് വിവാഹം കഴിപ്പിച്ചയക്കണം, അനുയോജ്യനാകുന്ന ഒരു വരന് വേണ്ടി, ഹലാലായ സമ്പത്തിന് വേണ്ടി ഉസ്താദ് ദുആ ഇറക്കണേ എന്ന് പറയുന്നതാകുന്ന ഉമ്മമാർ, നിത്യരോഗികളായ ആളുകൾ, മാരകമാകുന്ന ക്യാൻസർ വരെ പിടിപെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, അവരൊക്കെ അത് മജ്‌ലിസിൽ നിന്നിട്ട് അവർ ദുആ ചെയ്യുന്നു. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമുള്ള മജ്‌ലിസിൽ 5:30 മണിക്ക് വിനീതരോടൊപ്പം രാവിലെ തന്നെ ഉറക്കമൊഴിച്ച് സുബഹി നിസ്കരിച്ചിട്ട് അവ്വൽ വഖത്തിൽ ഇരിക്കുക. ഞാൻ എന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞ്, ഞാൻ ഇന്ന് പ്രസംഗം കൂടി കഴിഞ്ഞിട്ടാണ്, ഇനി നാളെയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് വീട്ടിലേക്ക് അടയുന്നത്. എന്റെ ഷെഡ്യൂള് ഫേസ്ബുക്കിലും അതുപോലെ മറ്റുള്ള ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് വാച്ച് ചെയ്യുന്നവർക്കറിയാം. ഒരാഴ്ചക്ക് മുമ്പ്, അഥവാ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് മുമ്പത്തോടെ വെള്ളിയാഴ്ച, അതാണ് നേരത്തെ മുജീബുർ റഹ്മാൻ ഉസ്താദ് സൂചിപ്പിച്ചത്. അദ്ദേഹം മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങണ്ടേ, ഉസ്താദ് 2 ദിവസം വിശ്രമിക്കണം. ഞാൻ പറഞ്ഞു അത് സാധിക്കില്ല. അന്ന് ഞാൻ മലബാറിലാണ്, മലപ്പുറം ജില്ലയിലാണ്. അതിനുശേഷം ഇന്നലെ രാത്രി പെരുമ്പാവൂർ പ്രസംഗം കഴിഞ്ഞിട്ടാണ്, രാവിലെ റുഹൈബയാൻ മജ്‌ലിസും കഴിഞ്ഞിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നടഞ്ഞത്. ഞാൻ പറയുന്നത്, ഓരോ ദിവസവും അനുദിനം എല്ലാ ദിവസവും രാത്രിയിലുള്ള ഈ പ്രഭാഷണവും കഴിഞ്ഞ് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഓൺലൈൻ ഒരു മജ്‌ലിസിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷെ 10,000-കണക്കിന് ഉമ്മമാർക്ക് ഊർജം പകരാൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാതൊരു വിധമാകുന്ന പ്രതിഫല ഇച്ഛയോ ദുന്യവിയാകുന്ന ഒരു ആഗ്രഹമോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ചാനലിൽ ഇന്ന് വരെ മോണിറ്റേഷൻ ഓൺ ചെയ്യാത്തത്. എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റേഷൻ ചെയ്തിട്ട് രാവിലെ സുബഹിക്ക് ശേഷം 1.5 മണിക്കൂർ ഇരുന്നാൽ 2 ലക്ഷം രൂപ എനിക്ക് കൃത്യമായി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഞാനതൊരു ഹറാമായ ഒരു പൈസയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് തിരിയാതെ, യൂട്യൂബിൽ മോണിറ്റേഷൻ ഓൺ ചെയ്യാതെ, കാരണം അനാവശ്യമാകുന്ന പരസ്യങ്ങൾ ആടാവുമെന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഞാനത് പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 3 വർഷവും എന്റെ പരിശുദ്ധമാക്കപ്പെട്ട റൂഹ് ബയാൻ മജ്‌ലിസ് നടന്നു പോകുന്നത് എന്നുള്ള വസ്തുത എന്നോടൊപ്പം നിലകൊള്ളുന്നതാകുന്ന 10,000-കണക്കിന് ഉമ്മമാർക്കും സഹോദരിമാർക്കും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർക്കറിയാവുന്ന വസ്തുത കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സംശുദ്ധത കൈവരണം. അത് സാമ്പത്തികത്തിലായിരുന്നാലും ശാരീരികത്തിലായിരുന്നാലും മാനസികത്തിലായിരുന്നാലും അങ്ങനെ ഒരു പക്വമായ ജീവിതം പടച്ചറപ്പിന് മുൻനിർത്തി ജീവിക്കുമ്പോൾ മാത്രമേ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന അമലായി അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് പ്രവാചകരോടുള്ള മഹബ്ബത്ത് വേണം, റസൂലുള്ളാഹിയോടുള്ള ഇഷ്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് പഠിച്ചെങ്കിലേ പ്രവാചകരോടുള്ള ഇഷ്ക് നമുക്കുണ്ടാവൂ. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മുഅ്മിനാവൂല. ആവോ സഹോദരങ്ങളെ, ആവൂല. ശരിക്കും ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ മുഅ്മിനാവില്ല. പഠിച്ചു വെക്കണം. എന്തുകൂടി പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുതാണോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാകുന്ന എളുപ്പമാർഗം പറഞ്ഞു തരുമോ റസൂലേ? فقال رسول الله صلى الله عليه وسلم, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറ അലാനിയ, അലൈക ബിദിക്രില്ലാഹി സിർറ അലാനിയ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് സ്മരിച്ചുകൊണ്ട് ദിക്റിലും ശുക്റിലുമായി രഹസ്യത്തിലും പരസ്യത്തിലും നീ നിലകൊണ്ടാൽ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അലി റളിയല്ലാഹു അൻഹുവിനെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു അമൽ പറഞ്ഞു തരണേ റസൂലേ, അല്ലാഹുവുമായി ബന്ധപ്പെടാനുള്ള ഒരു ദിക്ർ ഇജാസത്ത് നൽകണേ ഹബീബേ. ഒരു ദിക്ർ എനിക്ക് തങ്ങൾ തരണം.
ആരോട് ചോദിക്കാൻ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നമ്മൾ അങ്ങനെയാണല്ലോ, ആലിമീങ്ങളുടെ ഉലമാക്കളുടെ സാദാത്യങ്ങളുടെ ഒക്കെ കൈക്ക് പിടിച്ച് എന്റെ ജീവിതം ഇന്ന പ്രശ്നമുണ്ട് ഉസ്താദെ രക്ഷപ്പെടാൻ ഒരു ദിക്ർ തരണം. എത്രയോ ആളുകൾ, 10,000-കണക്കിന് ഉമ്മമാർ ഉപ്പമാർ ഇപ്പോഴും ലാ ഹൗല എന്ന മഹനീയമായ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. എത്രയോ ആളുകൾക്ക് വിരീജൻ ഇജാത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ റൂഹി ബയാനിൽ തന്നെ സ്ഥിരമായത് ചൊല്ലിയിട്ട് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ച ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ, അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് ചെല്ലിയിട്ട് കടം വീട്ടിയവർ, ദാരിദ്ര്യം മാറിയവർ, സാമ്പത്തികമാകുന്ന അടിത്തറ ലഭിച്ചവർ ധാരാളം മുഅ്മിനീങ്ങൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. ഈ സദസ്സ് കണ്ട് ഓൺലൈൻ വീക്ഷിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു നമുക്കൊക്കെ ആ ദിക്ർ പരിപൂർണമായി മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സ്വലാത്ത് ചൊല്ലിക്കൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വെച്ച് ജീവിതം മുഴുവനും സംശുദ്ധമായി ജീവിക്കുന്നതായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഒരു ദിക്ർ അവിടുന്ന് പറഞ്ഞു തരണം. ആരിലേക്ക് അടുക്കാനാണ്? അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇജാസത്ത് കൊടുത്തു, കൈക്ക് പിടിച്ച്. ഏതാണ് കൊടുത്തത്? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെതാകുന്ന ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നതിനും നാളെ പാരത്രികമാകുന്ന ലോകത്ത് നരകീയ മോചനത്തിനും വേണ്ടി 70,000 ദിക്ർ ചൊല്ലി ആരെങ്കിലും ഹദിയ ചെയ്താൽ അവർക്ക് തീർച്ചയായും നരകീയ മോചനം കിട്ടുമെന്ന് അയിമ്മത്തുകൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി 70,000 ദിക്ർ ചൊല്ലുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളോട്, കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടുകൂടി കുമർ ഉസ്താദിന് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാളെ ഞാൻ മരിക്കുമെന്നുള്ളതാകുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തമായി ചൊല്ലിയവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? നമ്മളിൽ എത്ര പേര് ചൊല്ലിയവരുണ്ട്? അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവർക്ക് ചെയ്യേണ്ടെന്നല്ല, പാപ്പാക്കും ഉമ്മാക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നത് പുണ്യമാണ്. അത് അഹ്ലുസുന്നയിൽ തെളിവുള്ള വിഷയമാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർ, ഉംറ നിർവഹിക്കുന്നവർ, സദഖ ചെയ്യുന്നവർ, പാവപ്പെട്ടതാകുന്ന വിധവകൾക്ക് അത്താണിയായി വർത്തിക്കുന്നവർ, നിരാലംബര കവലംബമായി വർക്കുന്നവർ, ഒരുപാട് സദഖകൾ മല പോലെ കൊടുത്തു വീട്ടുന്ന ആളുകൾ, അവനവൻ സ്വന്തത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് എനിക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് സുഹൃത്താണ് ചെയ്തത്? ഒന്ന് ചിന്തിക്കുക. എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ? അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിസ്കാരം കഴിഞ്ഞൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ ചാടിയിറങ്ങി ഓടുന്ന സമുദായമായി നമ്മളിലുള്ള സുന്നികൾ തന്നെ മാറിയില്ല. സുന്നി എന്ന് പേര് വെച്ചാൽ പോരാ, സുന്നത്ത് ജമാഅത്ത് നിന്നിൽ ഉണ്ടാവണം. അഹ്ലുസുന്നയുടെ അജയ്യനായ പ്രവർത്തകനായി നീ മാറണം. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ചൊല്ലുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ തൗഹീദിന്റേതാകുന്ന മന്ത്രോച്ചാരണം നിന്റെ നാവിന്റെ ഉള്ളിലില്ല. പിന്നെ നീ എന്ത് സുന്നിയാ? ഇതൊന്നും നിനക്ക് ആചരിക്കാനില്ല. നിസ്കാരം കഴിഞ്ഞ് ഒരു ദുആ പോലും ഇല്ല, ചാടി എഴുന്നേറ്റ് ഓടുക. പിന്നെ എന്ത് മുസൽമാനാണ് നീ? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ദുആ പോലും ഇല്ല. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദബതും ഫസൗഫ യകൂനു ലിസാമാ. നബിയേ തങ്ങൾ ലോകത്തോട് പറയണേ റസൂലേ, ഈ സമൂഹത്തോട് തങ്ങളൊന്ന് ഉത്ബോധനം നടത്തണേ റസൂലേ. മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാതെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. റബ്ബിന്റെ പരിഗണന കിട്ടണമെങ്കിൽ ദുആ വേണം. നമ്മളിൽ എത്ര പേര് ദുആ ചെയ്യുന്നവരുണ്ട്? എത്ര പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരുണ്ട്? എത്ര പേര് ദിക്ർ ചൊല്ലുന്നവരുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായി കൊടുത്ത ദിക്ർ. മനസ്സിലാക്കണം. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന സർവ്വ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചതാകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര ചെല്ലി? അതാണ് വിഷയം. 10 ചെല്ലിയ
അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. നമ്മൾ ഇതിനൊന്നും ചെല്ലുന്നില്ല. മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തികൾക്ക് വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഹദിയ ചെയ്താൽ തീർച്ചയായിട്ടും അവന്റെ ഖബറിൽ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഇമാമികൾ പഠിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, മരണപ്പെട്ടു പോയതാകുന്ന വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ റൂഹി ബയാൻ കുടുംബാദികൾ അടുത്ത ഒരു വർഷത്തെ ടാർഗറ്റായി നിങ്ങൾക്ക് നൽകുകയാണ്. 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനോടൊപ്പം 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഒരു തക്ബീർ. ഒന്നുകൂടെ പറയും ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി പറയും ഇൻഷാ അല്ലാഹ്. 1,00,000 ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലി തീർക്കണം. അത് സാധിക്കും. അതൊക്കെ സാധിക്കും. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയത്ത് വേണം. ഇത് കേൾക്കുമ്പോ തന്നെ 1,00,000 ആ ഒരു മനസ്സിലെ നിയത്താണ് ഹലാക്ക്. അല്ലാഹു മുളക്കാക്കട്ടെ. നമ്മളങ്ങനെ ഒരു സുഹൃതവും ഇല്ല. 1,00,000 സിനിമ കണ്ടു തീർക്കാൻ പറഞ്ഞാൽ ഇപ്പൊ തന്നെ തരംഗത്തിൽ പോയി നേര് കണ്ടുകൊണ്ടിരിക്കും. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. നേരില്ലാത്ത ജീവിതമായി തീരുകയും ചെയ്യും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ലേ, 1,00,000 സിനിമ അടുത്തൊരു കൊല്ലം തീർക്കാൻ വേണം കാണാൻ. എല്ലാ ദിവസവും രാത്രിയിൽ പണ്ട് കാലം മുതൽ ജീവമാമൻ തന്നതാകുന്ന 2 GB മുതൽ തുടങ്ങിയതാണ് സിനിമ കാണൽ. ചില ചെറുപ്പക്കാർ നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലൂടെയും രാത്രിയുടെ യാമങ്ങളിലൂടെ സിനിമ കണ്ടു തീർക്കുന്നതാകുന്ന യുവതലമുറകൾ, പ്രായമുള്ള ആളുകൾ വരെ കൂടുതലാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പക്ഷെ ഖുർആൻ ഓതാനും ദിക്റ് ചെല്ലാനും നിസ്കരിക്കാനും ഒന്നും നമ്മളില്ല. ഞാൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിശ്രേഷ്ഠമായ ദിക്റാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റ് മാത്രം ചൊല്ലിയാൽ ഒരാൾ മുസ്ലിം ആവുമോ? അതാണ് എന്റെ ചോദ്യം. ഏറ്റവും വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റായി പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ അന്ന സമാവാതി സബഈന വൽ അർളീൻ, 7 ആകാശങ്ങളും 7 ഭൂമികളും ഫീ കഫത്തിൽ മീസാൻ, മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ ഒരു തുലാസിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ ഉഖറാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതാകുന്ന കലിമത്ത്, ആ മനോഹരമാകുന്ന കലിമ അത് മറ്റേ ത്രാസിലും വെച്ചാൽ ലഫഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ത്രാസിൽ ഭാരമുണ്ടാവുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 7 ആകാശങ്ങളിലും 7 ഭൂമിയിലും നിറഞ്ഞിരിക്കുന്ന സർവ്വസ്വവും മറ്റേ ത്രാസിൽ വെച്ചാലും അത് പൊങ്ങി നിൽക്കും. അതല്ല ഭാരമുണ്ടാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഉച്ചരിച്ചാൽ ഒരാൾ മുസൽമാനാകുമോ? ഒരിക്കലും മുസൽമാനാവൂല. മുസൽമാനാകണമെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് ഉറപ്പിച്ചു പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഒന്നുകൂടി പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പറയാതെ മുഅ്മിനാവൂല. അല്ലാഹുവിന്റെ റസൂൽ ദൂതനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറയാതെ മുഅ്മിനാവൂല. മനസ്സിലാക്കണം. അല്ലാതെ എന്ത് കടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലിയിട്ടും കാര്യമില്ല. കലിമത്തു തൗഹീദ് ആവണോ, അത് ചൊല്ലിയേ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അതല്ലാതെ ഒരാൾ മാത്രം വിശ്വസിച്ചാൽ മുഅ്മിനല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മുളറ ഖബീലയിൽപ്പെട്ടതാകുന്ന ആളുകൾ നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാര്യം പഠിപ്പിച്ചു തരുമോ റസൂലേ, അറിയിച്ചു നൽകുമോ ഹബീബേ? സ്വർഗ്ഗത്തിൽ കടക്കണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? എന്താണ് തങ്ങൾ പഠിപ്പിച്ചു തരണം? അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ നീട്ടൂല, ചുരുക്കും. 11:30 ആവുമ്പോൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കും. അരമണിക്കൂർ കൂടി ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. 12 ആവുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. കാരണം ലോകം മുഴുവൻ ആ സമയത്താണ് പടക്കം പൊട്ടിക്കുക. നമ്മൾ ആ സമയത്ത് സലാത്തിൽ ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആയിരൊന്ന് പിരിയാം. ഇൻഷാ അല്ലാഹ് ശരിയല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഈ നിയ്യത്തുകളെല്ലാം അല്ലാഹു സാധൂകരിക്കട്ടെ. അവിടെ നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നിലകൊള്ളി. അല്ലാഹു നമുക്കൊക്കെ കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ശ്രദ്ധിക്കണേ, മുളർ ഗോത്രത്തിൽപ്പെട്ടതാകുന്ന ഒരു വിഭാഗം ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു. മുൻദിർ ബിൻ ജഹ്ഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ നേതാവ്. മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, സ്വഹാബിയായി മാറി. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. വലിയ സ്വഹാബിയാണ് മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ഫീകൽ ഹസ്ലതൈൻ, നിന്നിൽ രണ്ട് കാര്യമുണ്ട്, എനിക്കത് വലിയ ഇഷ്ടമാണ്. അൽ ഹിൽമു വൽ അനാതു, ഒന്ന് സഹിഷ്ണുത മനോഭാവമാണ്, മറ്റൊന്ന് അവധാനതയാണ്. ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ എടുത്തുചാട്ടമില്ല, വളരെ അവധാനതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ നീ തീർപ്പ് കൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുത്തുനബി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കും? അല്ലാഹുവേ, ഞങ്ങളും ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടത്തോടൊപ്പം സ്വർഗ്ഗത്തിലെത്തിക്കണേ നാഥ. നമ്മുടെ ചോദ്യം അത് തന്നെയല്ലേ? നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലില്ലദി യുഖർരിബുനാ ഇലാ ഹുബ്ബിക യാ അല്ലാഹ്. നിന്നോടുള്ള പ്രേമം, നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള പ്രേമം, നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള പ്രേമം. അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടാനുള്ള അമലുകളൊക്കെ ഉണ്ടോ അതിനോടുള്ളതാകുന്ന മഹബ്ബത്ത്, അതെല്ലാം ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണേ എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആ കബീലയുടെ നേതാവാണ്, മുദർ ഗോത്രത്തിൻ്റെതാകുന്ന ആ കൂട്ടരുടെ തലവനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു അമല് പറഞ്ഞു തരണം. ശരിക്കും ശ്രദ്ധിക്കണം. എന്തിനാ ഇപ്പൊ ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാൻ 50 കോടി സ്വലാത്ത് എന്തിനാണ് നമ്മുടെ റുഹൈ ബയാൻ കുടുംബാദികൾ ചൊല്ലിയത്? അടുത്ത വർഷം അത് 100 കോടിയിലേക്ക് എന്തിനാണ് എത്തിക്കണമെന്നുള്ളൊരു നിയ്യത്ത് നമുക്കുള്ളത്? ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാൽ തീരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ ഈ സദസ്സ് അവസാനിക്കും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, അല്ലയോ മുൻദിറേ, അൻതുമിനൂ ബില്ലാഹി വഹദാ, അല്ലാഹുവിനെ നീ വിശ്വസിക്കണേ, ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളണേ. നീ മുഅ്മിനാവണം, സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അമലാണ് ചോദിച്ചത്. അതിന് കൊടുത്ത മറുപടിയാണ് അൻതുമിനൂ ബില്ലാഹി വഹദ. ഈ ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിൽ ഏകദൈവ വിശ്വാസത്തിൽ നീ അടിയുറച്ചു നിൽക്കണം. ഒന്നും പറയുന്നില്ല. അദ്ദേഹം അത് കേട്ടു. ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്തു കൊള്ളാം. നഅം യാ റസൂലല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. അദ്ദേഹം പോയി അല്പം അങ്ങോട്ട് പുറകോട്ട് പോയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ മുഅദ്ദിനായ ബിലാലെ, ആ പോകുന്നതാകുന്ന കൂട്ടരെ വേഗം വിളിക്കണം, മടക്കി വിളിക്കണം. ഏത് അവര് പോയല്ലോ നബി, വിളിക്കണം, വേഗം പോകാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വേഗം തന്നെ ചെന്നു. അവരോട് പറഞ്ഞു, നിങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞു. അവർ തിരിച്ചു വീണ്ടും വന്നു. അക്കൂട്ടർ മുഴുവനും ഉണ്ട്. അവരുടെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അടക്കം എല്ലാവരും ഉണ്ട്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹദ, ഏകദൈവ വിശ്വാസം പുൽകണം, അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയുമോ? മുൻദിർ ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, നിങ്ങൾക്കറിയില്ല നബിയെ, അല്ലാഹുവിനും റസൂലിനും അതിനെക്കുറിച്ച് അറിയുള്ളൂ. ഞങ്ങൾക്കറിയില്ല. സ്വഹാബത്തിന്റെ ഒരു ശൈലിയാണ്, പ്രത്യേകിച്ച് വിനയമുള്ള അഹ്ലുകാരുടെ ഒരു ശൈലിയുമാണത്. ഞങ്ങൾക്കറിവില്ല ആ വിഷയത്തിൽ. فقال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൻതുമിനൂ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏകദൈവ വിശ്വാസം വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കലല്ല കേട്ടോ. അൻതുമിനൂ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്
ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം വ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നും നിങ്ങൾ വിശ്വസിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, അതാണ് വഹ്ദാനിയത്ത്, അതാണ് റുബൂബിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ, അതാണ് ഏകദൈവ വിശ്വാസം. നിങ്ങൾ നോക്ക്, ഏകദൈവ വിശ്വാസത്തിന്മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ മുഖേന പഠിപ്പിച്ചു തരുന്നു. അതിന്റെ പൂർത്തീകരണം എത്തണമെങ്കിൽ എന്റെ ഹബീബിനെ കൂടി ചേർക്കണം. ആരാണിത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഈ പറയുന്ന? ഒരു നിസ്സാര വിഷയമാണ്, ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയല്ലേ? അല്ലാഹുവിലുള്ള വിശ്വാസത്തോടൊപ്പം ആരെ കൂടി വിശ്വസിക്കണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചേ പറ്റൂ. അതുകൂടി പറഞ്ഞെങ്കിലേ ഷഹാദത്താവൂ, അതുകൂടി പറഞ്ഞെങ്കിലേ മുഅ്മിനാവൂ. ഈ പ്രവാചകരെ കുറിച്ചാണോ സാദാ സീദാ പ്രവാചകരാണെന്ന് ആളുകൾ വാദിക്കുന്നത്? അത്തരത്തിൽ എഴുതിവിട്ടവരില്ലേ? അത്തരത്തിൽ പ്രവാചകനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവരില്ലേ? നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുന്നത് അത്തരക്കാരായിരിക്കും. കാരണം മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ആദർശങ്ങളും ഈ സമൂഹത്തിലേക്ക് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ വിശുദ്ധമായ ഖുർആൻ എന്ന കാറ്റലോഗ് മുഖേന ലോക ജനതയെ മുഴുവനും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തര തീരത്തേക്ക് കൊണ്ടുവന്ന് മഹനീയമായ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പരിപൂർണമായി പരിശ്രമിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സാദാസീദ വ്യക്തിയാണെന്ന് പറയാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? ഏതെങ്കിലും ഉലമാക്കളാണോ? ഏതെങ്കിലും പണ്ഡിത സഭകളാണോ? ഈ കാലഘട്ടത്തിലുള്ള സർവ്വ ആലിമീങ്ങളും ഉലമാക്കളും മഹത്തുക്കളും എല്ലാവരും വാഴ്ത്തിപ്പാടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. ഈ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് 2-3 കുട്ടികളെ കൊണ്ടുവന്ന്, കോഴിക്കോടുള്ളതാകുന്ന നല്ല പാട്ടുകാരാകുന്ന കുട്ടികളെ കൊണ്ടുവന്ന് മദ്ഹ് പാടി. എന്തിനു വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുക. ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ഉമ്മമാരെ, ഉപ്പമാരെ മനസ്സിന്റെ അകത്തലങ്ങളിൽ പ്രവാചക പ്രേമം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികളെ കൊണ്ടുവന്ന് പാടിച്ചത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളൊക്കെ ഇന്ന് സിനിമയും സീരിയലിന്റെയും ലോകത്ത് നമ്മുടെ ഹൃദയം തുറന്നിരിക്കുകയാണ്. അതിലേക്കാണ് തുറക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും റീൽസ് കളിക്കാൻ 50 കഴിഞ്ഞ ഉമ്മയും കൊടിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന വല്ലുപ്പയും ഒരുമിച്ചിരുന്നുകൊണ്ട് സിനിമാ പാട്ടിട്ടുകൊണ്ട് റീൽസ് കളിക്കുന്നതാകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറകൾ മാറി. ഒരു ഭാഗത്ത് കള്ളു കുടിച്ചുകൊണ്ട് ക്യാമ്പസുകൾ നിറവാർന്ന ജീവിതം നയിക്കുന്നതാകുന്ന സഹോദരിമാർ, അതാണ് ഏറ്റവും വലിയ ജീവിതമെന്ന് ഭൗതിക ലോകത്തെ ആഡംബര ആസ്വാദനങ്ങൾ ആരെയൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് സമ്പത്ത് മുഴുവനും അതിനുവേണ്ടി ഹോമിച്ചു കളയുന്നതാകുന്ന സഹോദരിമാർ, സ്ത്രീകൾ മാത്രം പഠിക്കുന്ന ക്യാമ്പസുകളിലേക്ക് മക്കളെ പറഞ്ഞുവിട്ട് എന്റെ മകൾ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ ആധുനിക കാലഘട്ടത്തിലെ ഉമ്മമാര് കോളേജിലേക്ക് മക്കളെ പറഞ്ഞുവിട്ടപ്പോ കൂടെ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വവർഗരതി അനുരാഗത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യതയിലേക്ക് എത്തി എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്യണമെന്ന് അവകാശം ഉന്നയിച്ച് കോടതി മുറിയിലേക്ക് വാപ്പയും ഉമ്മയും കയറ്റിയിട്ട് ലോക ജനതയ്ക്ക് മുന്നിൽ യുദ്ധത സമ്മാനിപ്പിച്ചതാകുന്ന സമൂഹമായി മുസ്ലിം സമുദായത്തിലെ മംഗമാര് പ്ലസ് പഠിക്കുന്ന പെൺകുട്ടികൾ വരെ രംഗപ്രവേശനം ചെയ്തത് ഈ കാലഘട്ടത്തിലല്ലേ? ഈ 2023 അത്തരത്തിലുള്ള നീചമാകുന്ന കർത്തവ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചില്ലേ? ഒരു ഭാഗത്ത് മുസ്ലിം സഹോദരിമാർ അത്തരത്തിലുള്ള നീചവൃത്യങ്ങൾക്ക് തയ്യാറാകുമ്പോ മുസ്ലിം ചെറുപ്പക്കാരടക്കം കോളേജിൽ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരനുമായി, കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ഹോസ്റ്റലിൽ പഠിക്കുന്നതാകുന്ന സമയത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന വേളയിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടലുണ്ടായി എനിക്കെന്റെ കൂട്ടുകാരനെ വിവാഹം ചെയ്താൽ മതിയെന്ന് ലോകത്ത് ഇന്ന് വരെ അവകാശപ്പെടാത്ത ഏറ്റവും വലിയ നീചവും നീചവൃത്യവുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ മുൻനിർത്തി അടയാളപ്പെടുത്തിയ ഏറ്റവും വലിയ നീചവൃത്യത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ അവരുടെ ജീവിതത്തെ മാറ്റി എഴുതിയില്ലേ? ആരാണ് ഇവിടെ കുറ്റക്കാർ? ഉലമാക്കളാണോ? 2023 അത്തരത്തിലുള്ള മലീമസമാകുന്ന ജീവിതത്തിന് ഇവിടെ സാക്ഷിയായില്ലേ? എത്രയോ മോശപ്പെട്ട ജീവിതത്തിന്റെ ആളുകളാണ് നമ്മൾ. ഈ കഴിഞ്ഞ 2023 ചർച്ച വെക്കുന്നു. ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടതാകുന്ന മക്കൾ എത്രയോ കിരാതമാകുന്ന വാഴ്ചയ്ക്ക് മോശപ്പെട്ടതാകുന്ന ജീവിതത്തിന് അടിമപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാർ 10,000 കണക്കിന് മക്കളാണ് മരണപ്പെട്ടു പോയത്.
പതിനായിരക്കണക്കിന് ആളുകളാണ് വീടില്ലാതായി പോയത്. പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഉമ്മയെ നഷ്ടപ്പെട്ടത്, വാപ്പയെ നഷ്ടപ്പെട്ടു പോയത്. പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് മക്കളെ നഷ്ടപ്പെട്ടു പോയത്. 20,000-ലധികം പിഞ്ചോമന മക്കളാണ് ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണത്. വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്ന ശല്യങ്ങളെ വെച്ച് പാവപ്പെട്ടതാകുന്ന മുസ്ലിം മക്കളെ കൊന്നൊടുക്കി അവരുടെ കൈകാലുകൾ വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടതാകുന്ന പാവപ്പെട്ടതാകുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് ബോംബ് വർഷിപ്പിച്ച് ഷെല്ലുകളിട്ട് ഹോസ്പിറ്റലുകൾ തകർത്ത് കഴിയുക. ആലോചിച്ചു നോക്ക്. ഓൾറെഡി ബോംബിട്ടിട്ട് കൈകാലുകൾ തകർന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തതാകുന്ന പാവപ്പെട്ടതാകുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് ബോംബിട്ടിട്ട് ഹോസ്പിറ്റലാകെ തകർത്ത് കളയുക. എത്ര നീചകൃത്യമാണ്, നരനായാട്ടാണ് അവിടെ ഇസ്രായേലിന്റെ ജൂത പരീക്ഷകൾ നടത്തിയത് എന്ന് നാം ചിന്തിക്കണം. ഒരു ഭാഗത്ത് അങ്ങനെ തകർക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് അവിടുത്തെ ചെങ്കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് കരയുന്നതാകുന്ന ഫലസ്തീനി മക്കളുടേതാകുന്ന ചിത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയത്തെ നനയിച്ചില്ലേ? ചെറിയതാകുന്ന പിഞ്ചോമന സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്നതാകുന്ന സഹോദരൻ അവന്റെ ചാരത്തിരുന്നു കൊണ്ട് അവനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്നതാകുന്ന സ്വന്തം സഹോദരന്റേതാകുന്ന നെടുവീർപ്പെടുന്നതാകുന്ന രംഗങ്ങൾ, വീഡിയോ രംഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശാക്കിയില്ലേ? മരണപ്പെടാൻ പോകുന്ന അനുജനാണെന്ന് മനസ്സിലാക്കിയിട്ട് ജ്യേഷ്ഠൻ ചാരത്ത് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓനെ മരിക്കാൻ പോവാൻ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് കലിമ ഉച്ചരിച്ചു കൊടുക്കുന്ന മഹനീയമാകുന്ന രംഗത്തെ ഈ തലമുറ 2023 സാക്ഷ്യം വെച്ചില്ലേ? നമ്മളിവിടെ പള്ളികൾ ഉണ്ടായിട്ട് നിസ്കരിക്കാൻ ആളില്ല. ഈ താലൂക്കിൽ എത്ര പള്ളികളുണ്ട്? 35-40 പള്ളികൾ ഉള്ളതാകുന്ന കരുനാഗപ്പള്ളി താലൂക്കിൽ വീണ്ടും പുതിയതാകുന്ന പള്ളികൾ എടുക്കപ്പെടുമ്പോ, വിനാരങ്ങൾ മനോഹരമാക്കപ്പെടുമ്പോ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റമറ്റതായി ജീവിതം നയിക്കണമെങ്കിൽ 5 വഖത്ത് നമസ്കാരം പള്ളിയുടെ അകത്തലത്തിൽ നിസ്കരിച്ചവനാകണം. എങ്ങനെ നമുക്ക് പ്രവാചക സ്നേഹിയാണെന്ന് പറയാൻ സാധിക്കും? ഞാൻ സ്വലാത്തിന്റെ വക്താവാണ് എന്ന് നിനക്കെങ്ങനെ പറയാൻ സാധിക്കും? കാരണം നിന്റെ ജീവിതത്തിൽ പ്രവാചക ജീവിതത്തിൽ ഒരു തരിമ്പൊരു അംശം പോലുമില്ല. നിന്ന് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തപ്പോ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻപിൻ പാപങ്ങൾ തങ്ങൾക്ക് പൊറുക്കപ്പെട്ടില്ലേ എന്ന് പ്രവാചകരോട് പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ? ആയിഷ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ? ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ഈ പറയുന്നത്? 3 വർഷത്തോളം പച്ചില മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചതാകുന്ന മഹൽ വ്യക്തിത്വമല്ലേ? മക്കക്കാർ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ഈ മുഹമ്മദിനും കുടുംബത്തിനും അന്നം കൊടുക്കണ്ട, പച്ചവെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുത്തുനബിയെ പീഡിപ്പിച്ചപ്പോ, മക്കയുടെ തെരുവോരത്തിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയപ്പോ, ജനങ്ങൾ മുഴുവനും മക്കൾ മുഴുവനും സുഭിക്ഷമായി കഴിക്കുമ്പോഴും മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മുന്നിൽ പരിപൂർണമായി ഈമാൻ സലാമത്തായി നിലകൊണ്ട് അല്ലാഹുവിൽ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസം അടിയുറപ്പിച്ച് പച്ചല മാത്രം കഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനും ലോകത്ത് വരാനിരിക്കുന്നതായ മുഅ്മിനീങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എനിക്കെന്റെ മകളെ കെട്ടിച്ചു തന്നാൽ മതി, ഞാൻ മതം മാറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ ഉപ്പമാരെ, എനിക്കൊരു വീട് വെച്ച് തന്നാൽ മതി, ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരാം, ആൾ ദൈവമാണോ, നിങ്ങളുടെ കാലിൽ ഞാൻ പാലൊഴിച്ച് കുടിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു വീട് കിട്ടുമ്പോൾ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് തൗഹീദ് കളഞ്ഞു കുടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആധുനിക നവസമൂഹമേ, ആദരവായ പ്രവാചകർ കടന്ന പട്ടിണി എത്രയാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 2 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല, ദാരിദ്ര്യമാണ് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയ, ഒരു റൊട്ടി കഷ്ണം കിട്ടിയ, അടുത്ത ദിവസം പട്ടിണിയാ. ആരുടെ വീടായി പറയുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും സുഭിക്ഷത കൊടുക്കണേ എന്ന കാരുണ്യത്തിന്റെ കരമുയർത്തി പ്രാർത്ഥിച്ച മുത്തുനബിയുടെ ജീവിതമാണ് ഈ പറയുന്നത്. 2 ദിവസം സുഭിക്ഷത ഉണ്ടായിട്ടില്ല.
ആലോചിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സുഭിക്ഷത? മക്കൾക്ക് കിട്ടുന്ന നേട്ടം എത്രയാ? മക്കൾക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം എത്രയാ? 3 നേരവും കഴിക്കുന്നു. ഇന്ന് ഈ സദസ്സ് പിരിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു ചിക്കൻ, ഒരു കോഴി അറുത്തിട്ട് നല്ല റാഹത്തായി കഴിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിനുള്ള സാമ്പത്തികം അള്ളാഹു നമുക്ക് നൽകിയില്ലേ? ഒരു 30-40 കൊല്ലം മുമ്പ് 000 ആയിരുന്ന നിന്നെ അള്ളാഹു ഇത്രയും സമ്പന്നത്തിന്റെ ഉത്തുംഗതയിലേക്ക് പടച്ചിറപ്പ് നിന്നെ എത്തിച്ചില്ലേ? എന്നിട്ടും നിനക്ക് നിസ്കാരമില്ലാതായി പോയി, എന്നിട്ടും നീ ഇബാദത്തില്ലാതായി പോയി, നമസ്കാരത്തെ കളഞ്ഞു കുളിച്ചു, പ്രവാചകനോടുള്ള മഹബത്തുണ്ട് എന്ന് മാത്രം പറച്ചിലായി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ കണ്ടുപോയി സ്വഹാബ. ആ നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ അല്ലാഹു വളരെ പ്രയാസപ്പെടുത്തുകയാണ്. ഖബറിലും അവർക്ക് നൽകുന്ന ശിക്ഷയാണ്, നാളെ മഹ്ശറയിലും അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. തുറല്ലഹു റൂസഹും ബിസ്സഖരി, തുറല്ലഹു റൂസഹും ബിസ്സഖരി. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയാണ്, രക്തം വാർന്നൊലിക്കുകയാണ്. വീണ്ടും അതാ അല്ലാഹു അവർക്ക് മരണം സമ്മാനിക്കുകയാണ്. ദുനിയാവിൽ വെച്ച് മരിച്ചവനാണ്, അതാ മഹ്ശറയിലേക്ക് മാറ്റപ്പെട്ടവനാണ്. ഖബറിലും മഹ്ശറയിലും അല്ലാഹുവിന് നൽകുന്നതാകുന്ന ശിക്ഷയാണ്. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയാണ്, രക്തം വാർന്നൊലിച്ചുകൊണ്ട് മരണപ്പെടുമ്പോ വീണ്ടും അല്ലാഹു ആത്മാവിനെ നൽകുകയാണ്. കുല്ലമാ റുദിഖത് ആദത ഇലാ മാ കാനത്. അവനതാ മരണത്തിലേക്ക് വഴുതി വീണ് കഴിയുമ്പോ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ആത്മാവിനെ നൽകുകയാണ്. വീണ്ടും പാറക്കല്ലിന്റെ ചീള് കൊടുക്കുകയാണ്, വീണ്ടും അതാ തലയടിച്ച് പൊട്ടിക്കുകയാണ്, വീണ്ടും രക്തം വാർന്നൊലിക്കുകയാണ്, മരണത്തിലേക്ക് പോകുകയാണ്. വീണ്ടും ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റൂഹ് ഊതുകയാണ്. ഇതേ നിലയിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടപ്പോ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പോയി, മൻ ഹാദിഹി യാ ജിബ്രീൽ, മൻ ഹാദാ യാ ജിബ്രീൽ. നരകത്തിന്റെ അകത്തളത്തിൽ പോലും ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന ഈ മനുഷ്യനാരാണ്, ഈ ഹതഭാഗ്യനാരാണ്? എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരാ, നമസ്കാരത്തെ ഗൗനിക്കാത്തവരാ. ബഹുമാനപ്പെട്ട ബാദ്ഷാ സഖാഫി ഉസ്താദ് അവர்கள் അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അപ്പൊ നമസ്കാരമില്ലാത്തവനാണ് ഈ രീതിയിൽ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുക, എന്നിട്ട് രക്തം വാർന്നൊലിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു, വീണ്ടും അല്ലാഹു ആത്മാവ് വിട്ടുകൊടുക്കുന്നു, വീണ്ടും തന്നെ പരിപാടി. അപ്പൊ നിസ്കാരം ഒരു നിസ്സാര വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം നീ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയവനല്ലേ? ചിന്തിക്ക്, നിന്റെ ജീവിതത്തിൽ നിസ്കാരം എത്രയാ വീഴ്ച വരുത്തിയത്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു? ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കാനാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. 2023 നിനക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? ആ നഷ്ടബോധത്തിന്റെ കണക്കെടുക്കുകയാണ് ഇവിടെ. ഒരു വർഷത്തേക്ക്, ഒരു പുതുവർഷ പുലരിയിലേക്ക് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം തന്നെ നീ കടന്നു പോകുമ്പോ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ, നന്മയാർന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് ചിന്തിക്കാനുള്ള ഒരവസരമാണ്. ഇനി മണിക്കൂറുകളില്ല, ഇനി സെക്കൻഡുകൾ മാത്രമാണുള്ളത്. ഈ ഒരു വർഷം നിന്നിൽ നിന്ന് അകലാൻ 12 മണിയാകുമ്പോഴേക്ക് കഴിഞ്ഞു. നീ നിന്റെ ജീവിതത്തിൽ എന്ത് സുഹൃതം അനുഷ്ഠിച്ചു? ഭാര്യയെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടോ? അവരോടുള്ള കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ? ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച എന്താ? പെങ്ങളെ, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഏതെല്ലാം നിലയിൽ പെരുമാറിയവനാണ്? മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? അനാവശ്യ സംസാരങ്ങൾ വന്നുപോയിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ കൂട്ടുകാരികളോട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ? പെണ്ണുങ്ങൾ ഇന്ന് വഴക്കുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം എന്താ? വാട്സാപ്പിലെ DP നോക്കിയാൽ മതി.
പിന്നെ അതിനകത്ത് കാണാം ഒഴിഞ്ഞിരിക്കുന്ന ഒരു പ്ലേറ്റ്. അതിന്റെ അർത്ഥം എന്താ? ഇന്ന് പട്ടിണിയും മുഴുപട്ടിണിയാണ്. ഫോട്ടോ ഇട്ട് വെച്ചിരിക്കുക, ജനങ്ങളെ മുഴുവൻ അറിയിക്കുക. ഒരു വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് അറിയുന്നതൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. ആളുകൾ മനസ്സിലാക്കുന്നതും ജനങ്ങളോട് വിളിച്ചോതുന്നതും ആളുകൾ ചോദിക്കുമ്പോൾ അവരോട് വിളമ്പുന്നതും ഒക്കെ ഇതാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ഈ ഒരു 2023 നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുസ് കുറയുകയാണ്, ഒരു വയസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു വയസ്സ് നഷ്ടപ്പെടുക, അല്ലാതെ വയസ്സ് കൂടുതലല്ല. നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻതബഹു. മനുഷ്യൻ മുഴുവനും ഉറക്കിലാണ്, മനുഷ്യർ മുഴുവനും ഉറക്കിലാണ്. മരണം അടുക്കുമ്പോഴാണ് അവൻ ഉണരുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മരണം അടുക്കാറായി എന്നുള്ള വിളംബരമാണ് 2024 ഈ പുതുവർഷ പുലരിയിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മരണം അടുക്കുകയാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരട്ടെ. 30, 40, 50 കഴിഞ്ഞു, തലമുടി നരച്ചു, താടിരോമം നരച്ചു, നടുവ് വളർന്നവരുണ്ട് ഈ മജ്‌ലിസിൽ. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ചവരും ക്യാൻസർ ബാധിതരും ഒക്കെ ഈ മജ്‌ലിസിലുണ്ട്. അള്ളാഹു പരിപൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ശിഫാ നൽകട്ടെ. ഇനി എത്ര കാലം ഈ ദുനിയാവിലുണ്ടാകും? എത്ര കാലം ഉണ്ടാവും? എത്ര കാലം ഉണ്ടാവും? ചിന്തിക്കും. നമുക്ക് വളരെ ചുരുങ്ങിയ കാലം, നൈമിഷികമായ രോഗമാണ്. 60ന്റെയും 70ന്റെയും വയസ്സ് കാലഘട്ടമാണ് നമുക്ക് ഈ ദുന്യാവിൽ തന്നെയുള്ളത്. നമ്മൾ ചെയ്ത സുഹൃതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒന്നും എത്തിച്ചിട്ടില്ല. നമ്മൾ ഭൗതിക ലോക ആഡംബര ആസ്വാദനങ്ങൾ മുഴുകുകയാണ്. ഖൽബുൽ ഇൻസാനി കരീശിൽ ഫലാത്ത്. മരുഭൂമിയിലേതാകുന്ന തൂവൽ പോലെയാണ് മനുഷ്യന്റെ ഹൃദയമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ്, പാറിക്കളിക്കാൻ നിലനിൽപ്പില്ല, ഇങ്ങനെ പാറിക്കളിക്കാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. ദുന്യവിയാകുന്ന ജീവിത ചിട്ടം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുത്തണമെന്നുള്ള ഒരു ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സിൽ. ദുന്യാവ് കിട്ടണം, വേറൊന്നുമില്ല. ആഖിറത്തെ ഒന്നും ഒരു ലക്ഷ്യമല്ല നമ്മളിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതല്ലേ നമുക്ക് സംഭവിച്ചു പോയത്. ആഖിറത്തെ നമുക്ക് യാതൊരു താല്പര്യമില്ല. ഉണ്ടെന്നാരാ പറയാ? നമ്മുടെ ജീവിതത്തിൽ എത്ര സലാത്ത് ചെല്ലുന്നുണ്ട്? 50 കോടി സലാത്തുകൾ റുഹ ബയാൻ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാർ ചൊല്ലിയതിന്റെ സമർപ്പണ പ്രാർത്ഥനാ സമ്മേളനത്തിൽ നിലകൊള്ളുമ്പോ, റുഹ ബയാനിന്റെ 3ാമത്തെ വാർഷികം നടക്കുന്ന ഈ സദസ്സിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എത്ര സലാത്താണ് പരിശുദ്ധ പ്രവാചകരെ പ്രണയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെല്ലിയിട്ടുള്ളത്? 300 സലാത്ത് ദിനേന ചെല്ലുന്നവനെയാണ് സൂഫിയാക്കൾ സ്വലാത്ത് ചെല്ലുന്നവൻ എന്ന് തന്നെ പറയാറുള്ളൂ. എത്ര സലാത്ത് ചെല്ലണം? 300 സലാത്ത് ഡെയിലി ചെല്ലുന്നവനെ കുറിച്ച് അയാൾ നല്ലതുപോലെ സലാത്ത് ചെല്ലുന്നവനാണ് എന്ന് സൂഫിയാക്കൾ തന്നെ പറയാറുള്ളൂ. നമ്മൾ 10 സലാത്ത് നിസ്കാരം കഴിഞ്ഞ ഒരു പള്ളിയിലുണ്ടെങ്കിൽ ആ പള്ളിയുടെ വാതിലടയ്ക്കുകയാണ്, പിന്നെ അങ്ങോട്ട് പോക്കില്ല അല്ലേ? 10 സലാത്ത് നിസ്കാരം കഴിഞ്ഞുണ്ടെങ്കിൽ എന്താ അവസ്ഥ? കൈയിട്ട് ഇങ്ങനെ തിരുമുന്നു, അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു, വെപ്രാളാണ്, അങ്ങ് ഭയങ്കര വിഷമം. എടാ, ഒരു 50 സലാത്ത് ചെല്ലിപ്പിക്കല്ലത്. സുബഹിക്കും അസറിനും ദുഹറിനും മഗ്‌രിബിനും ഇശായിനും കൂടി 10 വെച്ച് വരുമ്പോ 50 സലാത്ത് നിന്നിൽ ഉണ്ടാവുകയാണ്. സമുന്നതരാകുന്ന ആലിമീങ്ങൾ അത് നിനക്ക് വേണ്ടി നിന്റെ നാവ് കൊണ്ട് ചെല്ലാനുള്ള ഒരു സൗകര്യത്തിന് നിസ്കാരത്തിന് ശേഷം അങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നപ്പോ, മാത്രമല്ല പ്രാർത്ഥനകൾ തുടങ്ങേണ്ടതും പ്രാർത്ഥനകൾ അവസാനിപ്പിക്കേണ്ടതും ആരുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് വേണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ സലാത്ത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിനക്കത് രക്ഷാകവചമാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്താണെന്ന് സർവ്വ ഉലമാക്കളും എഴുതി വെച്ചിട്ട് പോലും ആ സലാത്ത് ചൊല്ലാൻ നിനക്ക് സമയമില്ല, നിനക്കിതിനൊന്നും നേരമില്ല. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ദുനിയാവിന്റെ പിറകെ ഓടുകയല്ലേ? നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലമല്ലേ കോഴിക്കോടുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരൻ മാനസികമായ ഒരു പീഡനം കൊടുത്തതിന്റെ പേരിലല്ലേ തിരുവനന്തപുരത്തുള്ളതാകുന്ന ഒരു സഹോദരിക്ക് ആത്മഹത്യയിലേക്ക് എടുത്തു ചാടേണ്ടി വന്നത്? കൂടെ പഠിക്കുന്നതാകുന്ന MBBS പഠിക്കുന്നതാകുന്ന കൂട്ടുകാരനുമായി വിവാഹമുറപ്പിച്ചു. 50 പവനും 50 ലക്ഷം രൂപയും ഒരു വലിയ വാഹനം എടുത്തു തരാമെന്ന് കുടുംബക്കാർ സമ്മതിച്ചിട്ട് പോലും വാപ്പ മരിച്ചു പോയതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരി ആ പ്രിയപ്പെട്ടതാകുന്ന മകൾക്ക് വേണ്ടി കുടുംബം ഒന്നായിട്ട് 50 പവനും 50 ലക്ഷം രൂപയും വലിയൊരു വാഹനം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും കരുനാഗപ്പള്ളിയിലുള്ളതാകുന്ന സഹോദരന് ആർത്തി തീർന്നില്ല. ഇത് കേവലം ഒരു വ്യക്തിയുടെ കഥയല്ല, നമ്മുടെ സമൂഹത്തിൽ
സമൂഹത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിലേതാകുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ചോദിച്ചു വാങ്ങുന്ന വിഷയത്തിൽ, സ്ത്രീധനം എന്ന വിഷയത്തിൽ വലിയ താല്പര്യരാണ്. ഏറ്റവും വലിയ സ്ത്രീധനത്തിന്റെ ദുരന്തം നടന്നത് ഈ അടുത്ത ദിവസം കരുനാഗപ്പള്ളിയിലല്ലേ. 8 വർഷം നമ്മുടെ ജമാഅത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഇമാം എന്ന നിലയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സ്നേഹനിധികളാകുന്ന പ്രിയപ്പെട്ട റുഹൈബയാർ കുടുംബാദികളോട് ഞാൻ വളരെ കണിശമായി പറയുകയാണ്, ഈ സ്ത്രീധനം എന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന എത്രയോ പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളുണ്ട്. കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമൊത്ത് വിവാഹമുറപ്പിച്ചിട്ട് അവസാനം കൂട്ടുകാരൻ ആ പ്രിയപ്പെട്ട പെണ്ണിനോട്, കുടുംബത്തോട് ആവശ്യപ്പെട്ടത് 50 പവൻ പോരാ, 150 പവൻ വേണം, 50 ലക്ഷം പോരാ, 15 ഏക്കർ വേണം, ഏതെങ്കിലും ഒരു വണ്ടി എടുത്താൽ പോരാ, നിങ്ങൾ എനിക്ക് BMW തന്നെ വരണം. ഇന്ത്യയിലെ നിരത്തിൽ ഏറ്റവും കൂടുതൽ വില കൂടിയതാകുന്ന ലേറ്റസ്റ്റ് മോഡലുള്ള BMW വാഹനം എന്റെ വീട്ടുമുറ്റത്ത് എത്തിയെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ കെട്ടൂ എന്ന് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയോട്, MBBS ബിരുദധാരിയാകുന്ന പെണ്ണിനോട് പറഞ്ഞപ്പോ മാനസികമായി വ്രണപ്പെട്ട, മാനസികമായി തകർച്ചയുണ്ടായ കൂട്ടുകാർക്കിടയിൽ ജാള്യത വരുമല്ലോ. ഒരു സാമ്പത്തികത്തിന്റെ പേരിൽ വിവാഹം നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കി അനസ്തേഷ്യയ്ക്ക് വെക്കുന്ന മരുന്ന് സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു കളഞ്ഞു ആ പാവപ്പെട്ട പെണ്ണ്. ആരാണ് ഇതിന് കുറ്റക്കാരൻ? ഇരിക്കുന്ന ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? ഇവിടെ വന്നിട്ട് പോയ പാലക്കാട് സായാധികളാണോ? ഈ വന്നു ചേർന്നിട്ടുള്ളതാകുന്ന, ഈ സദസ്സിലുള്ളതാകുന്ന സമുന്നതരാകുന്ന ഉമറാക്കളാണോ? ആരാണ് കുറ്റക്കാർ? നിങ്ങൾ പറയണം. ആരാണ് ഈ ആവശ്യമില്ലാത്തതാകുന്ന പ്രവർത്തനം കൊണ്ടുവന്നത്? നമ്മുടെ നാട്ടിൽ ചില പ്രവർത്തനങ്ങളുണ്ട്, പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തുറന്നു പറയുക. വിവാഹത്തിന് കയറി വരുമ്പോ വാതിക്കൽ തന്നെ ഡെസ്ക് ഇട്ടിട്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പൈസ വെച്ചെങ്കിൽ അകത്ത് നിനക്ക് ബിരിയാണി വിളമ്പൂ എന്നുള്ള ഈ മോശപ്പെട്ട സമ്പ്രദായം ഈ സമുദായം മാറ്റാതെ ഗുണപ്പെടൂല എഴുതി വെച്ചോ. തിരിച്ചു കൊടുക്കുമല്ലോ. തിരിച്ചെങ്ങനെ കൊടുക്കുന്നത്? 1000 കൊടുത്തവന് 2000 കൊടുക്കാതെ മതിയാകാത്ത കാലഘട്ടം. ഈ സമുദായം കൊടുത്തു എവിടെയാ പോകുന്നത്? പലിശയുടെ ഇടപാട് പോലെ 1000 ഇങ്ങോട്ട് എഴുതിക്കുന്നവന് തിരിച്ച് 2000 തന്നില്ലെങ്കിൽ അവന്റെ വീട്ടിൽ ആളെ വിട്ടിട്ട് എന്റെ ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നിനക്ക് ഞാൻ 2000 തന്നത്, അതുകൊണ്ട് എനിക്ക് 2000 വേണമെന്ന് ആവശ്യമുന്നയിക്കുന്ന ചെറ്റത്തരം പോലും നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നില്ലേ? ചെറ്റത്തരമല്ലേ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നാളെ ആഖിറത്തിൽ പടച്ചിറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഹിസാബ് പറയേണ്ടി വരൂലേ? ആരാണ് നിങ്ങൾക്ക് ഈ പരിപാടി തുടങ്ങി വെച്ചതെന്നത്? അവരല്ലേ ഇതിന്റെ കുറ്റക്കാർ? ഉലമാക്കളാണോ? ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, മാറി നിന്നുകൊണ്ട് ഉസ്താദ് ആ പറഞ്ഞത് ശരിയായില്ല എന്ന് നിങ്ങൾ 100 വട്ടം പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. പറയാനുള്ളത് ചങ്കൂറ്റത്തോടുകൂടി ആരുടെ മുഖത്ത് നോക്കി പരിശുദ്ധ ദീൻ പറയുന്ന വിഷയത്തിൽ എനിക്കാരെയും ഭയമില്ല. കാര്യം ഞാൻ തിരിച്ചു പറയുകയാണ്. സമ്പത്തിന്റെ ഉത്തുംഗതയിലേക്ക് കരുനാഗപ്പള്ളിയിലുള്ള മുസൽമാന്മാരെ പടച്ചിറപ്പി എത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ഒരു വിഭാഗം പണക്കാരുണ്ടെങ്കിൽ അതേ തട്ടിൽ തന്നെ പാവപ്പെട്ടവനിവിടെ ജീവിക്കുന്നുണ്ട്. നീ ഉന്നതമാകുന്ന സ്ത്രീധനം കൊടുത്ത് നിന്റെ പ്രിയപ്പെട്ട മകളെ 100 പവനും 150 പവനും കൊടുത്ത് കെട്ടിക്കുമ്പോ ഒരു പൈസ പോലുമില്ലാതെ, പൈസ പോലുമില്ലാതെ, ഒരു കമ്മലില്ല, കാതിലിടാൻ ഒരു കമ്മലില്ല, കയ്യിലിടാൻ ഒരു മോതിരം പോലുമില്ല, കാലിൽ ധരിക്കാൻ ഒരു പാദസരം പോലുമില്ല, 40 കഴിഞ്ഞ വയസ്സുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എത്ര പേര് ആളുകൾ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എത്രയോ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ് ജുമഅയ്ക്ക് പങ്കെടുക്കുന്ന സമയത്ത് വന്നുകൊണ്ട് പറയുന്നത്. വിഷമമാണ്, ദുഃഖമാണ്. ആരാണ് ഇതൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടത്? ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? സഹോദരങ്ങളെ, നമ്മൾ കാണിക്കുന്ന അക്രമമല്ലേ അത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. അതിന് ചെറുപ്പക്കാർ വരണം, രംഗത്ത് വരണം. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നതാകുന്ന മക്കളെ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി നന്നാക്കിയെടുക്കണം. അവരെ തഴയല്ല, അവരെ ചേർത്ത് പിടിക്കും. അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. മാറ്റി നിർത്തണ്ട. എല്ലാവരെയും സംസ്കരിക്കാനും നന്നാക്കാനും വേണ്ടിയിട്ടാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് ആരെയും നമ്മൾ ചീത്ത വിളിക്കണ്ട, ആരെയും മാറ്റി നിർത്തി ആക്ഷേപിക്കണ്ട, എല്ലാവരെയും ചേർത്ത് നിർത്തി. ഒരു തിന്മ കാണുമ്പോൾ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. അതിന്റെ പേരിലാണ് സ്നേഹത്താൽ നിങ്ങളെ ഞാൻ ഉപദേശിച്ചത്. അല്ലാഹു നന്നാക്കിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.
മാറ്റണം നമ്മൾ. കാരണം അതിന്റെ പേരിൽ നടക്കുന്നതാകുന്ന മരണവാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഒന്നും രണ്ടുമല്ല. നമ്മുടെ കൺമുന്നിൽ കാണുന്നതും അറിയുന്നതും ഒക്കെ ഒന്നോ രണ്ടോ വാർത്ത. ഇത് മാത്രമല്ല, ഒരുപാട് കേസുകൾ നമ്മുടെ മഹല്ലത്തുകളിൽ കെട്ടിക്കിടക്കാൻ. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടില്ല തലാഖിലേക്ക് എടുത്തു ചാടുന്ന വിഷയങ്ങൾ എത്രയാണ്. അതുകൊണ്ട് എല്ലാ തിന്മകളും മാറട്ടെ. ഒരു പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാ ഭൗതികമാകുന്ന ലോകത്തോടുള്ള ആഡംബര ആസ്വാദനങ്ങളോടുള്ള കാഴ്ചയും മാറ്റിവെച്ച് ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാകട്ടെ. നമ്മുടെ ആയുസ് കൊഴിഞ്ഞു എന്നുള്ള ചിന്ത വരട്ടെ. എത്ര തെറ്റാണ് നമ്മൾ ചെയ്തത്. ലഹരി നുണഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്. ലഹരി നുണഞ്ഞവരുണ്ട്. പഴയ കാലത്തുള്ള ചാരായം മുതലടിച്ച് ഇന്നും കോട്ടറടിക്കാതെ ഉറങ്ങാൻ പറ്റാത്തതാകുന്ന വിജയാബാറിന്റെ തിണ്ണയിൽ പോയി നിരങ്ങുന്നതാകുന്ന സമുദായത്തിന്റെ മക്കൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് മാറ്റത്തിന് തിരികൊളുത്താൻ ഈ സദസ്സ് പ്രചോദനദായകമാകട്ടെ. നിന്റെ കല്ല് നിന്നിൽ നിന്ന് ഒഴിവാക്കാൻ, നിന്റെ MDMA-യും LSD-യും മറ്റും മക്കളുടെ ഉപയോഗം, കൊച്ചുമക്കളുടെ ഉപയോഗം ഒഴിവാക്കാൻ. ഞാൻ വെറുതെ പറയല്ല, ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ഡ്രഗ്സിന് അടിമപ്പെട്ടവരാണ്. എത്രയോ കുട്ടികളാണ് ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും വിവിധ ജില്ലകളിലേക്കും ഒക്കെ മക്കൾ പറഞ്ഞു വിടുമ്പോ ആ മക്കൾ തിരിച്ചു വരുമ്പോ വലിയതാകുന്ന ഡ്രഗ്സിന് അടിമപ്പെട്ടതാകുന്ന അതിന്റെ ഇത്തിക്കണ്ണികളായി സമൂഹത്തിൽ വിരാജിക്കുന്നവരായി നമ്മൾ കാണുകയാണ്. എത്രയോ കേസുകളാണ് ഇരിക്കുന്ന ഉസ്താദുമാരോടും ഈ വിനീതരടക്കമുള്ളതാകുന്ന വ്യക്തിത്വങ്ങളോടും വന്ന് പറയുന്നത്, സങ്കടങ്ങൾ വന്ന് ഉണർത്തുന്നത്. എത്ര ഉമ്മമാരാണ് മക്കൾ അതിനടിമപ്പെട്ടു പോയി. നന്നാക്കിയെടുക്കണം, ദുആ ചെയ്യണം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ട ദീൻ കൊടുത്തിട്ടില്ല. എത്രയോ മഹനീയമായ കലാലയങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നല്ല ദർസ് പാരമ്പര്യം നടന്നതാകുന്ന ഒരു മഹല്ലാണ് നമ്മുടെ ചുറ്റുമൂല ജമാഅത്ത്. അല്ലാഹു അതിന്റെ പരിപാലകരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മഹല്ലുകളെയും അല്ലാഹു ഇസ്സത്തിലാക്കുമാറാവട്ടെ. ഇന്നും അവിടെ ദർസ് നടക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ എത്ര പേര് അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നല്ല നല്ല സ്ഥാപനങ്ങളിലേക്ക് എത്ര ആളുകൾ പറഞ്ഞു വിടുന്നുണ്ട്, ദീൻ കൊടുക്കുന്നുണ്ട്, മുത്തുനബിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പുതുവർഷം നമ്മളിലേക്ക് വരുമ്പോ അത് ഏത് കലണ്ടറിൻ പ്രകാരമാണ് എന്നതിലല്ല. ലോകത്തുള്ള എല്ലാവരും അവരുടെ വ്യവഹാരങ്ങളും അവരുടേതാകുന്ന ജീവിത ചിട്ടകളും ഏറ്റവും കൂടുതൽ ആളുകൾ ക്രമപ്പെടുത്തുന്നത് ഈ ഒരു വിഷയത്തിന്മേലാണ്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. അവരുടേതാകുന്ന വ്യവഹാരങ്ങൾ മുഴുവനും നടക്കുന്നത് ആഗോള തലത്തിൽ ആ ഒരു കലണ്ടർ അടിസ്ഥാനത്തിലാണ്. ആ ഒരു തലത്തിൽ ജനങ്ങൾ നിലകൊള്ളുമ്പോൾ ലോകം മുഴുവനുമുള്ള ആളുകൾ ലഹരിയിലേക്ക് പോകുമ്പോൾ അവരെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് നന്മയിലേക്ക് കൊണ്ടുവരാം. നേരത്തെ ബഹുവന്യരാകുന്ന തങ്ങളും മുൻ പ്രഭാഷണം നടത്തിയ തൊടിയൂർ സാധടക്കമുള്ള എല്ലാവരും ചോദിച്ചതും അത് തന്നെയാണ്. ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മൾ ഈ ഒരു രാത്രിയിൽ 10 സുബ്ഹാനല്ലാഹ് ചൊല്ലുമോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർക്കുമോ, സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലുമോ, അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുമോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ വന്നു ചേർന്നതിന് പടച്ചറപ്പിനെ ശുക്ർ ചെയ്ത് നിലകൊള്ളി. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ നിയ്യത്തുകൾ മുഴുവനും അല്ലാഹു നീ സാധൂകരിക്കണേ. അല്ലാഹ് വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ.